നമസ്കാരം. കേരളത്തിലെ നിരത്തുകൾ മുമ്പെങ്ങും ഇല്ലാത്ത വിധം ജീവൻ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപകടങ്ങളുടെ എണ്ണം ദിവസം തോറും വർദ്ധിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിലെ റോഡുകൾ ഇങ്ങനെ അപകടക്കെണി ഒരുക്കുന്നത്? ഇത് എങ്ങനെ പരിഹരിക്കാം? ഈ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ദൗത്യം ഏറ്റെടുക്കുകയാണ് ന്യൂസ് 18 കേരളം. ഈ വാർത്താ പരമ്പര ആരംഭിച്ച ഇന്ന് മാത്രം ഇതുവരെ റോഡിൽ പൊലിഞ്ഞത് 4 ജീവനുകൾ ആണ്. ന്യൂസ് 18 പൊതുവേദിയും ഇന്ന് പരിശോധിക്കുന്നത് ഇതേ വിഷയം തന്നെയാണ്. പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 354 2100. ഓൺലൈൻ വഴിയും പ്രേക്ഷകർക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. എല്ലാ പ്രേക്ഷകർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. കോഴിക്കോട് നിന്ന് അച്യുതൻ എന്ന പ്രേക്ഷകൻ ആണ് ആദ്യം ചേരുന്നത്. ശ്രീ അച്യുതൻ, താങ്കൾ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ അറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രധാന തലക്കെട്ടുകളിൽ ഇടം പിടിക്കുന്നത് സംസ്ഥാനത്തുണ്ടാകുന്ന അപകടങ്ങൾ ആണ്. ഈ അപകടങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ താങ്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇത് ആരുടെ പിഴവ് കൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നത്? അതായത് നമ്മളെ കേരളത്തിലെ റോഡുകൾ ടാറിട്ടതിന്റെ പിറ്റേന്ന് തന്നെ പൊളിഞ്ഞു പോണ അവസ്ഥയുണ്ട്. അതൊന്ന്. രണ്ടാമത് കുഴികൾ അടയ്ക്കാത്ത, അത് 2. മൂന്നാമത് ഫസ്റ്റ് തന്നെ പറയേണ്ടത് എന്താ വെച്ചാൽ ഇത് എഞ്ചിനീയർമാർ തീരെ ശ്രദ്ധിക്കണില്ല. ഒന്നാമത്തെ കാര്യം എഞ്ചിനീയർമാരെ പ്രശ്നമാണ്. ഒന്നാമത്തെ കാരണം അതിന് മന്ത്രി എഞ്ചിനീയർമാർക്കെതിരെ ഒരു നടപടി എടുക്കുന്നില്ല. ഇത് അതായത് താങ്കൾ പറയുന്നത് ഈ സംസ്ഥാന റോഡുകൾ ആണ് കൂടുതൽ അപകടക്കെണി ഒരുക്കുന്നത് എന്നാണോ? അതെ, സംസ്ഥാന റോഡിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എഞ്ചിനീയർമാർ തീരെ ശ്രദ്ധിക്കുന്നില്ല സംസ്ഥാനത്ത്. അതാണ്, എഞ്ചിനീയർമാർ ഓഫീസിൽ ഓല് പുറത്തേക്ക് വരുന്നില്ല. അതാണ്. അതായത് ഈ റോഡ് ശാസ്ത്രീയമാണോ? അതിലെ ടാറിംഗ് അടക്കം വളരെ കൃത്യമായ അളവിലാണോ? ടാറിന്റെ ഒക്കെ അളവ് കൃത്യമാണോ? ഇതൊന്നും പരിശോധിക്കേണ്ടവരും അതൊന്നും പരിശോധിക്കുന്നില്ല. കാരണം എന്റെ നാട് കോഴിക്കോട്, കുറച്ച് ഇപ്പുറത്ത് കോഴിക്കോടാണ്. അത് എത്രയോ നാഷണൽ ഹൈവേന്റെ വെച്ചിട്ട് ബാക്കി സംസ്ഥാന റോഡ് ഒന്നായി പൊളിഞ്ഞെടുക്കുന്ന അവസ്ഥയാണ്. അതിന്റെ മെറ്റീരിയൽസും അതിന്റെ ടാറിംഗ് ക്വാളിറ്റികളും ഒന്നും എഞ്ചിനീയർമാർ പരിശോധിക്കുന്നില്ല. യെസ്, ഇതാണ് താങ്കളുടെ അഭിപ്രായമെങ്കിൽ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പ്രേമൻ എന്നൊരു പ്രേക്ഷകനുണ്ട്. ശ്രീ പ്രേമൻ, നേരത്തെ താങ്കൾ അഭിപ്രായം കേട്ടിരിക്കും. ഈ കോഴിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ ദേശീയപാത നിലവാരം പുലർത്തുന്നുണ്ട്, പക്ഷേ സംസ്ഥാന പാതകൾ അത്ര പോരാ എന്ന് ഒരു അഭിപ്രായം ഒരു പ്രേക്ഷകൻ പറഞ്ഞത്. പ്രേമൻ പറയൂ. ഹലോ, പറഞ്ഞുകൊള്ളൂ. അത് പിന്നെ സംസ്ഥാന പാതകളിലെ ഉൾപ്രദേശങ്ങളിലെ റോഡുകൾ മൊത്തം മോശമാണ്. കുണ്ടും കുഴികളാണ്. വർഷങ്ങളായിട്ട് ടാർ ചെയ്യുന്നില്ല, പൈസ ഇല്ല എന്നാ പറയുന്നു. താങ്കളുടേത് കറക്റ്റ് കൃത്യമായി എവിടെയാണ് സ്ഥലം? ഞാൻ കണ്ണൂരാണ്, കൂത്തുപറമ്പ്. കൂത്തുപറമ്പിൽ ഇങ്ങനെ വഴികൾ വളരെ മോശമാണോ? കൂത്തുപറമ്പ്, തലശ്ശേരി, ഈ ഉൾപ്രദേശങ്ങളിലെ മൊത്തം റോഡുകളും പോക്കാണ്. ഒരു റോഡും വണ്ടി ഓടാൻ പറ്റാതെ, ഈ പുറമേ കാണുന്ന റോഡേ ഉള്ളൂ. വേറെ ഒരു റോഡും ഇല്ല. അപ്പോൾ റോഡ് നിർമ്മാണം തന്നെയാണല്ലേ ഈ അപകടത്തിന് കാരണമാകുന്നത് അധികവും എന്നാണ് താങ്കളുടെ അഭിപ്രായം? റോഡ് നിർമ്മാണം തന്നെ, ദേശീയപാത റോഡ് തന്നെ ഈ പിന്നെ പോകുന്ന വഴിയിൽ അവിടെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ സാധാരണ നേരെയുള്ള പോക്ക് വളഞ്ഞും അവർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ആ റോഡ് വളരെ മോശമായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ളത് അപകടം വളരെ വരുത്തി വെക്കുന്ന റോഡുകളുണ്ട്. പിടിപാടും കുറച്ച് പണമുള്ള വ്യക്തികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി വളഞ്ഞും ഒതുക്കിയും കൊടുക്കും, അവരെ പ്രോപ്പർട്ടിയിൽ ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നേരെ പോകേണ്ട റോഡ് വളഞ്ഞു പോകും. അപ്പൊ അങ്ങനെയൊരു പ്രശ്നം. അതായത് സ്വാധീനമൊക്കെ ഉള്ളവർക്ക് വഴി തിരിച്ചുവിടാൻ പറ്റും എന്നാണ് താങ്കൾ പറയുന്നത്. ഹരിപ്പാട് നിന്ന് ബിജു എന്ന പ്രേക്ഷകനുണ്ട്. ബിജു, താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? അതായത് സാധാരണ നമുക്കറിയാമല്ലോ, ഈ റോഡ് ദേശീയപാതയും സംസ്ഥാന പാതയും ഒക്കെ നിർമ്മിക്കുമ്പോൾ അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ കൂടി പരിശോധിച്ച് ആരുടെ പ്രോപ്പർട്ടി പോകുന്നു എന്നൊന്നുമല്ല അവിടെ പ്രധാനമായും നോക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറേ, അതിൻ്റെ അകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞങ്ങൾ ഈ ദേശീയപാതയോരത്ത് കഴക്കൂട്ടം, അരൂർ ദേശീയപാതയോരത്ത് താമസിക്കുന്ന ഹരിപ്പാട് എന്ന സ്ഥലത്ത് ഇത് താമസിക്കുന്ന ആളാണ്. ഞങ്ങൾ ഇവിടെ ദേശീയപാതകൾ നിർമ്മിച്ചിട്ട് സർവീസ് റോഡ് പോലും ഞങ്ങൾക്ക്
തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഒരു വണ്ടിയോ വാഹനമോ ഒന്നും പോയിട്ടില്ല. ആ റോഡിലെ പോസ്റ്റുകൾ പോലും മാറ്റിയിട്ടില്ല. അത് ശരിയാണ്. ഞാനും ആ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് പുറത്ത് അപകടങ്ങളും ഒരു ആംബുലൻസിന് പോലും ആ ഭാഗത്തോട്ട് ഓടി വരാൻ പറ്റാത്തൊരു വളരെ കഷ്ടമായ ഒരു അവസ്ഥയാണ്. ഈ ഓടകൾ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം കാട് കയറി ഓടകൾ ഇതുമായിട്ട് സ്ഥിരമായിട്ട് പോകുന്നവർക്ക് മാത്രം അറിയാൻ പറ്റും. പുറത്തു നിന്ന് ഒരാൾ നമ്മുടെ ബന്ധുക്കളോ ആരെങ്കിലും വരുവാണോ അവർ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും, വൻ അപകടത്തിലും പെടും. അത് മാത്രമല്ല പൊടിശല്യവും രൂക്ഷമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അധികാരികളോട് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് നല്ല രീതി ഞങ്ങളോട് എല്ലാവരും പറഞ്ഞ് സംസാരിച്ചതൊക്കെ ഇപ്പൊ മാറ്റും, ടെലിഫോണിന് ലൈൻ ഇപ്പൊ മാറ്റും, അതുകൊണ്ടാണ് സർവീസ് റോഡ് നിർമ്മിക്കാത്തെന്ന് പറഞ്ഞു. നമ്മൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ മെയിൻ റോഡ് ചെയ്യുന്നതിന് മുന്നേ സർവീസ് റോഡ് ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഇത് കൊടുക്കാതെ മെയിൻ റോഡ് പണിയുന്നത് എവിടെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? യെസ്, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിരവധി യാത്രക്കാർ അനുഭവിക്കുന്ന ഒരു ദുരിതം കൂടിയാണ് താങ്കൾ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. തീർച്ചയായും അത്തരം വിവരങ്ങൾ കൂടി ഞങ്ങളുടെ വാർത്താ പരമ്പരയുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ കഴിയുന്നത്ര അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കാം. അങ്കമാലിയിൽ നിന്ന് ആണ് ഇപ്പോൾ സാബു എന്ന പ്രേക്ഷകൻ ചേരുന്നത്. സാബു, അവിടെയും റോഡ് ദേശീയപാതയിൽ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുന്ന മേഖലയാണ്. ഒപ്പം സംസ്ഥാന പാതകൾ, തദ്ദേശ പാതകളൊക്കെ ഉണ്ടല്ലോ. താങ്കളുടെ ഒരു നിഗമനത്തിൽ എന്താണ് ഈ സംസ്ഥാനത്ത് ഇപ്പോൾ ഇത്തരത്തിൽ അപകടങ്ങൾ കൂടാൻ കാരണം? അത് സാറേ, ഇത് റോഡിന്റെ വർക്ക് വളരെ മോശമാണ്. റോഡ് പണിയുടെ തന്നെ കുഴപ്പമാണ് ഇതിലെ ഏറ്റവും വലിയ അപകടം. അതായത് ഇപ്പോ ഒരു നാഷണൽ ഹൈവേയുടെ പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ടോൾ പിരിവ് തുടങ്ങുകയാണ്. അതായത് റോഡിന്റെ വർക്ക് അവസാനിക്കുന്നതിന് മുമ്പ് അതായത് ഗതാഗത യോഗ്യമാണോ അല്ലയോ എന്നൊന്നും ടോളുകാർ നോക്കുന്നില്ല, അതിനു മുമ്പ് തന്നെ പണം വാങ്ങുകയാണ് അല്ലെ? അതെ, പണം വാങ്ങുകയാണ്. അതിന് കേരള സർക്കാർ അടക്കം എല്ലാവരും കൂട്ടുനിൽക്കാണ്. ഇവിടുത്തെ മന്ത്രിമാർ അതിലിപ്പോൾ നമുക്ക് കേരള സർക്കാരിനെ പറയാൻ സാധിക്കും, പലപ്പോഴും ദേശീയപാത അതോറിറ്റി അല്ലേ അതിന് ഇവരും കൂട്ടുനിൽക്കണ്ടല്ലോ, അതിന് ഇവര് ഒത്താച്ചുണ്ടല്ലോ, ഇവരുടെ സൈഡുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് മാത്രം തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാധനം ഉടന്നു വയ്ക്കുന്നത് ഇവിടെയാണല്ലോ, അതിന് ഫുള്ള് സപ്പോർട്ടുണ്ട്, എല്ലാ പാർട്ടിക്കാരും സപ്പോർട്ടുണ്ട്. ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ ഒരു കൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു പ്രകസനം മാത്രമേ ഉള്ളൂ. ഇതില് അപകടം വരുമ്പോ അതിന് കുറെ വ്യാഖ്യാനിച്ച് കുറെ ആളുകൾ ഇത് സംസാരം മാത്രമേ നടക്കുന്നുള്ളൂ. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അതായത് അധികൃതരുടെ പിഴവ് എന്നാണ് പ്രേക്ഷകരിൽ അധികവും പറയുന്നത്. വകുപ്പും കുറെയൊക്കെ കാര്യങ്ങൾ കാര്യക്ഷമതയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ഇവിടെ നടപ്പാക്കുന്നില്ല. അങ്ങനെ കാര്യക്ഷമമായാൽ അപകടങ്ങൾ കുറയുമല്ലേ? തീർച്ചയായിട്ടും, അതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. റൈറ്റ്, എന്തായാലും വളരെ നന്ദി പൊതുവേദിയിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ലിസ ചേരുന്നുണ്ട്. ലിസ, ഈ കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ പരിശോധിച്ചാലും രാജ്യത്തൊട്ടാകെ അപകടങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ പറഞ്ഞത്, താൻ അധികാരത്തിൽ ഏറിയപ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ 50% ആയി റോഡപകടം കുറയ്ക്കാൻ പറ്റുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ അതല്ല സാഹചര്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് എല്ലായിടത്തുമുള്ള ഒന്ന്, അതിന്റെ ഭാഗമായി കേരളത്തിലുമെന്നാണോ തോന്നുന്നത്? അല്ല 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 ഇതിനൊരു മെയിൻ കാരണം നമ്മുടെ ഈ ഹൈവേകളൊക്കെ ഇത്രയും 4 വരി പാതയാക്കി വന്നപ്പോൾ സത്യത്തിൽ നമുക്ക് യാത്രാ സൗകര്യം ഒരു വൺ സൈഡിൽ കൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഒരിക്കലും ആക്സിഡന്റുകളൊക്കെ ഒന്നും പരമാവധി കുറയുന്നതാണ്. പക്ഷെ റൂൾസ് പാലിക്കാത്തതാണ് ശരിക്കും ഇതിലുള്ള മെയിൻ ആയിട്ട് അപകടങ്ങൾ കൂടുന്ന ആൾക്കാർ മരിക്കുന്നതിന്റെ ഇപ്പൊ ഈ അടുത്ത് നടന്ന അതായത് ഡ്രൈവർമാരുടെ അശ്രദ്ധ മെയിൻ ആയിട്ട് അതാണ്. നമ്മള് പല ചിന്തകളിലൂടെയാണ് എപ്പോഴും വാഹനം ഓടിക്കുന്നത്. ഒരിക്കലും ഞാൻ 2 വീലർ ഓടിക്കുന്നതാണ്, 4 വീലർ ഓടിക്കുന്ന ആളാണ്. അപ്പോ അന്നേരം ഞാൻ അറിയുന്നതാണ്, എന്നും യാത്ര ചെയ്യുന്നതാണ്. രാവിലെയും വൈകുന്നേരവും 13 കിലോമീറ്ററോളം ഞാൻ ഇന്നും മെയിൻ റോഡിലൂടെ ഹൈവേ കൂടെ ഒക്കെ പോകുന്ന ആളാണ്, ഇടവഴികളിലൂടെ പഞ്ചായത്ത് വഴികളിലൂടെ ഒക്കെ പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ റൂൾസ് പാലിക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട് കാരണം. പിന്നെ റോഡുകളുടെ നിർമ്മാണത്തിലുള്ള ഗട്ടറുകള്, വെള്ളക്കെട്ടുകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. തീർച്ചയായും ലിസ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഈ പല രാജ്യങ്ങളുടെയും സംസ്കാരം മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ റോഡിലൂടെ സഞ്ചരിച്ചാൽ മതി എന്ന് പറയും. അവിടുത്തെ ഡ്രൈവർമാർ പുലർത്തുന്ന ഒരു സംസ്കാരം, അത് ആ രാജ്യത്തിന്റെ തന്നെ ഒരു പ്രതിഫലനമാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും അശ്രദ്ധ. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ വാർത്തയിൽ കണ്ടതാണ്, ഒരു വാഹനം നിർത്തിയിടുന്നു, അതിനുശേഷം അതിലുണ്ടായിരുന്ന കൊച്ചുകുട്ടികൾ ആ വണ്ടി ഓണാക്കുന്നു, അങ്ങനെ കാറ് നേരെ ഓപ്പോസിറ്റ് പോകുന്നു. അപ്പോൾ എത്ര അശ്രദ്ധമായാണ് കൈകാര്യം ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. പിന്നെ നായ്കള് വളരുന്നത്, നായ്ക്കൂട്ടം വരുന്നത് ഓരോ സെന്ററുകളിലും എത്ര അധികം നായ്കള് ഈ ഡ്രൈവർമാര് പോലും അവർക്ക് തീറ്റ കൊടുത്ത് വളർത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവര് അതിനെക്കുറിച്ചൊരു ഗൗരവമൊന്നും തോന്നിയിട്ടുണ്ടാകില്ല.
ഇല്ല, നായകൾ മൂലം വളരെ അത് ശരിയാണ്. ഈ ദേശീയപാതയിലൊക്കെ ലോറികളൊക്കെ നിർത്തിയിടുമ്പോൾ അവിടെ നായകളൊക്കെ ഇങ്ങനെ വട്ടം കൂടി നിൽക്കും. അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ അംശമൊക്കെ അവർക്കും കൊടുക്കുമല്ലോ. അത് തന്നെ. അതുകളുണ്ട് ടൂ വീലേഴ്സിന് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മുടെ മെയിൻ ഹൈവേകളിൽ വരുന്ന ഓരോ ആക്സിഡന്റുകളും, പ്രത്യേകിച്ച് ഈ 4 വരി പാതയിലൂടെ പോകുമ്പോ ഈ ഇടത്തോട്ട് പോകുന്ന വാഹനങ്ങൾ ഇടത്തെ വശത്ത് ചേർന്നാണ് പോകുന്നത്. അവരുടെ ശ്രദ്ധ തെറ്റുമ്പോഴാണ് മറ്റുള്ള വാഹനങ്ങൾ ഇടിക്കുന്നത്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ വാഹനം ഓടിക്കുമ്പോ ദിലീപോ മറ്റേത് സിനിമയിൽ പറഞ്ഞ പോലെ ഊട്ടിയിലെ കുതിരയെ പോലെ നേരെ മാത്രം നോക്കി ഓടിക്കണം. നമ്മൾ ഹോൺ അടിക്കേണ്ടടുത്ത് ഹോൺ അടിക്കണം. ശ്രദ്ധ എന്തൊക്കെ ചെയ്യണ്ടോ അതൊക്കെ, ബ്രേക്ക് പിടിക്കണോട് ബ്രേക്ക് പിടിക്കണം. ഇതൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് പോയാൽ മതി, വളവാണോ തിരിവാണോ നോക്കില്ല, എന്റെ വണ്ടി അങ്ങോട്ട് പോവാ, അവിടുന്ന് വരുന്നവരെ നോക്കണോ, വളവിലിപ്പോ ഓവർടേക്ക് ചെയ്ത് വരുന്നവർക്ക് വേണ്ടി നമ്മളൊന്ന് സ്ലോ ചെയ്യണോ, അങ്ങനെയൊന്നുള്ള ഒരു റൂൾസും ഒരാളും പാലിക്കുന്നില്ല. റൈറ്റ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ലിസയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. മാത്രമല്ല, ഈ സ്ത്രീകൾ പാതകളിലൂടെയൊക്കെ പോകുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്ന് പൊതുവെ വനിതകൾ അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പരസ്പര ബഹുമാനം എന്നത് റോഡിൽ ഒരു കൾച്ചറായി മാറേണ്ട ഒന്നാണ്. മറ്റൊരാൾക്ക് സൈഡ് നൽകുക, മറ്റൊരാൾ ഒരു പക്ഷേ ധൃതിപ്പെട്ടിട്ടായിരിക്കാം ഹോണടിക്കുന്നത്, എന്നാൽ അനാവശ്യമായി ഹോണടിക്കുന്നവർ ഉണ്ട്. അങ്ങനെ ഒരു സംസ്കാരം കൂടിയാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അത് ആണ് ലിസ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. രാജു ആണ്, ബാംഗ്ലൂരിൽ നിന്നാണ് രാജു ഉള്ളത്, അല്ലേ രാജു? അതെ 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 അതെ. അവിടെ എങ്ങനെയാണ് നമ്മൾ ഈ കേരളവുമൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു റോഡ് കൾച്ചർ എങ്ങനെയുണ്ട് സാറേ? പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പഴയ കാലത്തെ റോഡല്ല ഇപ്പോഴ്. അതെ, എല്ലാ സ്റ്റേറ്റിലും നല്ല നല്ല റോഡുകളാണ്. അതെ. അപ്പം നല്ല റോഡിൽ നല്ലതായിട്ട് ഡ്രൈവ് ചെയ്യുന്നു. നല്ലതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് നമ്മുടെ ഫിയറ്റ് കാറോ അല്ലെന്നുണ്ടെങ്കിൽ കാറോ അല്ലല്ലോ ഇപ്പോഴൊന്ന് ആക്സിഡന്റ് ഒന്ന് തൊട്ടാൽ മതി. അതെ. അപ്പോൾ അതായത് അങ്ങനെയുള്ള നല്ല റോഡിൽ കൂടി നല്ല സ്പീഡിൽ പോകുമ്പോഴേ ചില പല ഭാഗത്തും അതായത് തിരിക്കേണ്ട സ്ഥലത്തൊക്കെ കൺട്രോൾ തെറ്റി പോവുകയാണ് എന്റെ അഭിപ്രായത്തിൽ. അല്ലാതെ റോഡിന്റെ കുഴപ്പമൊന്നുമല്ല. റോഡിന്റെ അല്പം കാണുമായിരിക്കും, എന്നാൽ തന്നെ കൂടുതൽ ഇപ്പൊ ഞാൻ പറയും ഈ പ്രശ്നം ഉണ്ടായെടുത്ത സ്ഥലത്തൊക്കെ ഒരു മാസത്തേക്ക് ഒരു പോലീസിനെ അല്ലെ അങ്ങനെയുള്ളവരെ നിർത്തിക്കേ. അപ്പൊ അവരെന്ത് ചെയ്യും, കുറച്ച് പിന്നെ ലിമിറ്റിൽ ഓടിക്കും, അല്ലേ? അപ്പോൾ റോഡിന്റെ കുഴപ്പമല്ല, ഞാൻ പറയുന്നത് നല്ല റോഡാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച്. ഇപ്പോഴത്തെ കേരളം മാത്രമല്ല, ഞാൻ പത്തനാപുരം സ്വദേശിയാണ്. അതായത് പുനലൂർ നമ്മുടെ തൊടുപുഴ വരെയുള്ള പഴയ റോഡല്ല ഇപ്പൊ സത്യം പറഞ്ഞു. ഈ അടുത്തൊക്കെ നാട്ടിലെത്തിയിരുന്നോ താങ്കൾ? എത്തിയിരുന്നു. ഞാൻ ആ റോഡിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് നല്ല സുന്ദരമായ റോഡുകളാണ്. ഒരു 10-35 അല്ലെങ്കിൽ ഒരു 10-25 വർഷം മുമ്പുള്ള റോഡല്ല, നല്ല സൂപ്പർ റോഡുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ആ സൂപ്പർ റോഡിനകത്തൂടെ സൂപ്പറായിട്ട് വണ്ടി ഓടിക്കുന്നത്, ഇതാണ് ഇന്നത്തെ മെയിൻ കാര്യം. പിന്നെ എന്താ ഈ പറയുന്നത് പോലെ ആശാരിയുടെ എന്താണ് മിസ്റ്റേക്കും പിന്നെ വുഡിന്റെ പിന്നെ വളവെന്ന് പറഞ്ഞ പോലെ ഇത് രണ്ടിലും അല്പം പ്രശ്നമുണ്ട്. കൂടുതലായിട്ട് ഡ്രൈവ് ചെയ്യുന്നവരെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ കുറച്ചൊക്കെ തരണം ചെയ്യാമെന്നാണ് എന്റെ അഭിപ്രായം. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നമ്മൾ ഈ അടുത്തിടെ നൽകിയിട്ടുള്ള വാർത്തകളിൽ പലതും ഡ്രൈവർമാരുടെ പിഴവൊക്കെ ഉണ്ട്. ചിലർ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നു, ചിലർ ഉറങ്ങിപ്പോകുന്നു. അവിടെയൊക്കെ ഒരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതൊരു തർക്കവുമില്ല. മാത്രമല്ല, നമ്മുടെ റോഡിന് പല ഭാഗത്ത് ഇങ്ങനെയുള്ള ഭാഗത്ത് കുറച്ച് ഗ്രിപ്പിലുള്ള പരിപാടി ചെയ്യണം. ഗ്രിപ്പ് വണ്ടിയും ടയറുമായിട്ടുള്ള ഒരു പിടുത്തത്തിനുള്ളത്. പിന്നെ അതായത് ഈ കഴിഞ്ഞ ദിവസം ആ കുട്ടികളുടെ അപകടമൊക്കെ പാലക്കാട് താങ്കൾ ശ്രദ്ധിച്ചു കാണും. ആ ലോറി ഡ്രൈവർ അങ്ങനെയുള്ള ഭാഗത്ത് കുറച്ചുകൂടിയൊക്കെ ഗ്രിപ്പും സംവിധാനവും ഒക്കെ വേണമെന്ന്, അല്ലേ? അതെ 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 അതെ. കൂടുതലായിട്ട് ഇങ്ങനെ മിനുസമുള്ള റോഡുണ്ടല്ലോ, ഓടിയ ടയറും പിന്നെ റോഡുമായിട്ട് തേഞ്ഞിട്ട് ഒരു മിനുസം വരും. അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ച് ഗ്രിപ്പ് ആയിട്ടുള്ള പിന്നെ ജോലി ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എന്റെ അഭിപ്രായത്തിൽ. റൈറ്റ്. എന്തായാലും താങ്കൾ പറഞ്ഞോളൂ. ഇങ്ങനെ പിന്നെ കൂടുതലായിട്ട് ടേണിംഗ് ഉള്ള പിന്നെ ഭാഗങ്ങളില് ഹമ്പ് വെക്കുക. കുറച്ച് സ്പീഡ് കുറച്ച് പോക്കോട്ടെ, ഇങ്ങനെ പിന്നെ ജീവിതം പൊലിഞ്ഞു പോകത്തില്ലല്ലോ. കുറച്ച് സ്പീഡ് കുറഞ്ഞാലും തക്ക സമയത്ത് അങ്ങ് എത്തിച്ചേരും. അതിൽ ഈ ഹമ്പിന്റെ കാര്യം താങ്കൾ പറഞ്ഞപ്പോഴാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഹമ്പിൽ ചാടിയിട്ടൊക്കെ 2 വീലർ യാത്രക്കാർ അപകടത്തിൽ പെടാറുണ്ട്. അങ്ങനെ ഒരു ഹമ്പ് ഉണ്ട് എന്നുള്ളതിനും ഒരു മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വേണം, ഒരു ബോർഡ് മാത്രമല്ലല്ലോ, ഇന്ന് എന്തെല്ലാം സംവിധാനങ്ങളാണ് സാറേ ഉള്ളത്. പഴയ കാലം പോലെ അല്ലല്ലോ. സീബ്ര വരെ ഉണ്ട്, പിന്നെ ലൈറ്റുകളുണ്ട്, എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ശരി ശരി.
കൂടുതലായിട്ട് ഈ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരായ ഈ വ്യക്തികളാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നത്. വളരെ കൃത്യമാണ് ശ്രീ രാജു, വളരെയധികം നന്ദി. നമുക്ക് അടുത്ത പ്രേക്ഷകനിലേക്ക് പോകണം. ബിനോയാണ് കൊല്ലത്ത് നിന്നുള്ളത്. ശ്രീ ബിനോയ്, അല്പസമയം മുമ്പ് രാജു എന്നൊരു പ്രേക്ഷകൻ പറഞ്ഞു, ചെറുപ്പക്കാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു ഒഫീഷ്യൽ കണക്ക് തന്നെ, അതായത് നമ്മുടെ മന്ത്രി നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞ കണക്കുകളിലും ഇത് വ്യക്തമാണ്. അതായത് ഒരു വർഷം 1,78,000 ആളുകൾ 1,78,000 ആളുകൾ ആണ് നിരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നത്. ഇതിൽ 60% പേരും 18 മുതൽ 34 വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ് എന്നാണ് പറയുന്നത്. അതായത് യുവാക്കൾ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നോ എന്ന് സംശയിക്കുന്ന ഒരു കണക്കാണിത്. 100%. അത് അദ്ദേഹം പറഞ്ഞ ബഹുമാന്യനായ മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞത് വാസ്തവമായ ഒരു കാര്യമാണ്. അതിലുപരി ഇപ്പൊ ഈ അപകടത്തിന് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് കേരളത്തിലെ റോഡുകളുടെ അശാസ്ത്രീയതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസവും ന്യൂസ് 18 തന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു, സത്യത്തിൽ റോഡുകളുടെ ഒരു അശാസ്ത്രീയതയുണ്ട്. അതോടൊപ്പം സിഗ്നലുകൾ കൃത്യമായിട്ട്, അതായത് നമ്മൾ ഗൾഫിലൊക്കെ യാത്ര ചെയ്താൽ ഓരോ സ്ഥലത്തും കൃത്യമായ സിഗ്നലുകളുണ്ട്. അതായത് സ്കൂളാണെങ്കിൽ സ്കൂൾ എന്ന് പറഞ്ഞൊരു എംബ്ലം അവരൊരു 1/2 കിലോമീറ്ററിന് മുമ്പേ കാണിക്കും. ഇവിടെ മിക്കയിടത്തും അങ്ങനെ ഒരു സിഗ്നൽ നമ്മൾ കാണുന്നില്ല. സത്യത്തിൽ അങ്ങനെ ഒരു സിഗ്നൽ നമ്മളെ നാട്ടിലില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു അദ്ദേഹം തന്നെ ഇതിനകത്ത് പറഞ്ഞു, നമ്മളുടെ കൾച്ചർ, ഡ്രൈവിംഗ് കൾച്ചർ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പൊ ഞാൻ സത്യത്തിൽ ഇപ്പൊ ഞാൻ യാത്രയിലാണ്, ഈ ബൈക്കുകാരെല്ലാം ലെഫ്റ്റിലൂടെയാണ് യാത്ര ചെയ്യുന്നത്, ചെറിയ കാറുകളും. പക്ഷേ ഈ ലെഫ്റ്റിലൂടെ ഒന്നും ഓവർടേക്ക് ചെയ്ത് വന്നാൽ ഒരു കാരണവശാലും കാണാൻ സാധിക്കില്ല. മുന്നിൽ പോകുന്ന ഡ്രൈവർക്ക് അത് എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകില്ല. അല്ല, നമ്മളുടെ ഒരു കൾച്ചർ പഠിക്കുന്നിടം മുതലേ അങ്ങനെയാണ് പഠിച്ചു വരുന്നത്. പക്ഷെ ഞാൻ ഗൾഫിലൊക്കെ കുറെ നാള് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, ബിസിനസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ അവിടെ ഒരാൾ പോലും ഇടത്തൂട്ടി യാത്ര ചെയ്യാറില്ല. അവരുടെ ഓവർടേക്കിംഗ് അലൗഡ് ചെയ്ത സ്ഥലത്തൂടി അല്ലാതെ ഇപ്പുറത്തൂടി അവർ ചെയ്യത്തില്ല. ചെയ്താൽ അത് അപ്പോൾ തന്നെ അവിടെ വലിയ ശിക്ഷയാണ്. രണ്ടാമത്തെ കാര്യം, ഓവർ സ്പീഡിന് അവിടെ ഭയങ്കര ശിക്ഷയാണ്. അത് കണക്ക് ഒരുപാട് കൾച്ചർ നമ്മൾ ഡ്രൈവിംഗിൽ, നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞിരുന്നു, നമ്മളുടെ കൾച്ചർ ഡ്രൈവിംഗിലെ മാറ്റിയാൽ ഉറപ്പായിട്ടും നമ്മളുടെ നാട്ടിൽ നിന്ന് ഈ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. രണ്ട്, ഇത് നാഷണൽ ഹൈവേ ആയാലും സ്റ്റേറ്റ് ഹൈവേ ആയാലും ഇവർ രണ്ടുപേരും, ഇപ്പൊ ഞാൻ യാത്ര ചെയ്യുക, സത്യത്തിൽ ഞാനിപ്പോൾ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് യാത്ര ചെയ്യുക. പക്ഷെ ഇവിടെ റോഡുകളിൽ രാവിലെ പോകുന്ന കുഴിയല്ല, വൈകിട്ട് ഉള്ളതും ആ ഒരു ഡൈവേഷനും ഒക്കെ. പക്ഷെ അവിടെ ഈ നിർമ്മാണം നടക്കുമ്പോഴുള്ള ഒരു പാത ആവശ്യത്തിന് യാത്ര ചെയ്യാവുന്ന തരത്തിലുള്ളതാണോ താങ്കളിപ്പോൾ? അല്ല, ഒരിക്കലും അല്ല. ഞാനത് പറയാനാ വന്നു. ഒരിക്കലും പാത ആവശ്യത്തിനുള്ളതല്ല. രണ്ട്, ഇവിടെ നിൽക്കുന്നതെല്ലാം അന്യ സംസ്ഥാന തൊഴിലാളി. അവർക്ക് എന്താണ് ട്രാഫിക് എന്നോ ഇത് എന്താണോ ഈ ഹൈവേയുടെ ഒരു പ്രാധാന്യം ഒന്നും അവർക്ക് അറിയില്ല. കൊടി കയ്യിൽ കാണും അല്ലേ? ഒരു കൊടി കയ്യിൽ കാണും. എന്താന്ന് ചോദിച്ചാൽ അവരൊറ്റ വാക്ക്, മേരക്കോ മാലു നെയ്യബായി അബ് ഉധർ ജാക്കെ പൂച്ചോ. അതായത് നിങ്ങൾ അവിടെ ചെന്ന് ചോദ്യം എനിക്കൊന്നും അറിയുന്നില്ല എന്ന് മാത്രമാണ്. പക്ഷെ അവരെ മാറ്റിയിട്ട് നമ്മളുടെ കേരളീയരായ ആളുകൾ ഇങ്ങനെ ട്രാഫിക് നിയന്ത്രണത്തിന് നിർത്തിയാൽ അവര് കൃത്യമായി പറഞ്ഞു കൊടുക്കും. എന്തായാലും ബിനോയ് ഇത് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള ആളുകളൊക്കെ അതിന് കിട്ടുമോ എന്ന് സംശയമുണ്ട് കേട്ടോ. അല്ല, ഉറപ്പായിട്ടും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും, ഉറപ്പായിട്ടും. ഇത്തരം ജോലിയൊന്നും ഇപ്പൊ മലയാളികൾ ചെയ്യാറില്ല. അല്ല, ഇല്ലെങ്കിലും നമ്മൾ അതിനകത്തൊന്ന് രേഖപ്പെടുത്തിയൊരു ബോർഡ് കൊടുത്താൽ മതിയല്ലോ. ഇവർക്ക് ഭാഷ അറിഞ്ഞൂടല്ലോ. ഭാഷ അറിയാവുന്ന എത്രയോ പേര് നമ്മളെ നാട്ടിൽ കിട്ടും. നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളെ സുലഭമായിട്ട്, വനിതകളെ, ലേഡീസിനെ അവർ കൃത്യമായി എല്ലാ ജോലികളിലും ഇടപെടുന്നുണ്ട് നമ്മളെ നാട്ടിൽ. കൃത്യം നമ്മുടെ നാട്ടിൽ ഈ ട്രാഫിക്കിൽ പെരും വെയിലും കൊണ്ട് നിൽക്കുന്ന ആരാ? കൂടുതലും വനിതകളാണ്. നമ്മൾ ഈ ഹൈവേയിലൂടെ സഞ്ചരിച്ചാൽ മൊത്തം വനിതകളാ. കാരണം അവർ ആത്മാർത്ഥമായിട്ട് നിൽക്കും. ആ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരെ ഇതാണ് ഹൈവേയിൽ കൊണ്ട് നിർത്തിയാൽ ഉറപ്പായിട്ട്, ഇത് ഹൈവേയിൽ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല. ഹൈവേ അതോറിറ്റിക്ക് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പാലം തകർന്നു വീണു, ഹൈവേ കെട്ടുന്ന. അവിടെ ഞങ്ങൾ അവിടെ പോയപ്പോ ഹൈവേ അതോറിറ്റിക്ക് ഉത്തരവാദിത്തമില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ല. ഒരു MLA വന്നു, MLA കണ്ട് ചിരിച്ചിട്ട് അതേപോലെ തിരിച്ചുപോയി. അപ്പൊ ഇങ്ങനൊന്നും അല്ല. ഒരു വിദേശ കൾച്ചർ അഡോപ്റ്റ് ചെയ്യേണ്ടുള്ള കാലം കഴിഞ്ഞ്. ഇന്നലെ ഇത് ബഹുമാന്യനായ ഗണേഷ് കുമാർ പറഞ്ഞല്ലോ, ഇത് PWയുടെ കുഴപ്പം കൊണ്ടാണ് റോഡുകളിൽ അശാസ്ത്രീയത ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. ആരാ പറഞ്ഞ? ഗതാഗത വകുപ്പ് മന്ത്രി പറയുകയാണ്. ഈ മിനിസ്ട്രിയിലുള്ള ഗതാഗത വകുപ്പ് മന്ത്രി പറയുകയാണ് ഇത് റോഡിന്റെ അശാസ്ത്രീയത കൊണ്ടാണെന്ന്. അതിന്റെ അർത്ഥം ഈ സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും ഒരുപോലെയാണ്. മന്ത്രിയാ പറയുന്ന കേരളത്തിലെ ഒരു മന്ത്രി, ബഹുമാന്യനെ ഗണേഷ് കുമാർ പറയുന്നത് താങ്കൾ ഉൾപ്പെടെയുള്ള
ശരി, എന്തായാലും അതൊരു നല്ല കാര്യമാണ്. മന്ത്രി അതിനെ ഉൾക്കൊള്ളുന്നു, തുറന്നു പറയുന്നു എന്നുള്ളത്. എന്തായാലും താങ്കളെ പോലെയുള്ളവർ നേരത്തെയും പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെയൊരു വാർത്താ പരമ്പര കൂടി ആരംഭിക്കുന്നത്. ഇപ്പോൾ ജയൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ജയൻ, നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു കൃത്യമായി സിഗ്നൽ ബോർഡുകൾ ഉണ്ടാകണം. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ സിഗ്നലുകൾ ഏത് പോയിന്റിലും എപ്പോഴും അറിയിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾ ഇന്ന പ്രതിസന്ധിയിലേക്കാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ വേഗത കുറയ്ക്കണം. പക്ഷേ ഈ കേരളത്തിൽ ഈ സിഗ്നലുകൾ പലപ്പോഴും കാണാൻ പോലും പറ്റാറില്ല എന്നെനിക്ക് തോന്നാറുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ അതിൽ ഒട്ടും മോശമല്ല. അവരുടെ ഫ്ലെക്സുകളും ബാനറുകളും ഒക്കെ കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ റോഡുകളിലൊക്കെ വലുതായി കാണാൻ സാധിക്കാറുണ്ട്. കോടതി അത് മാറ്റണം എന്നൊക്കെ ആവർത്തിച്ച് പറയാറുണ്ട്. വലിയ ബുദ്ധിമുട്ടുകളില്ലാത്ത സ്ഥലത്തൊക്കെ അത് ഇരിക്കട്ടെ എന്ന് കരുതാം. പക്ഷേ ജംഗ്ഷനുകളിൽ ആളുകൾക്ക് കാഴ്ച മറയ്ക്കുന്ന തരത്തിലൊക്കെയുള്ള ഇത്തരം പ്രവൃത്തികളും അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ ശ്രീ ജയൻ പറഞ്ഞോളൂ. സേർ പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം ഫ്ലെക്സ് ബോർഡുകൾ ഭയങ്കരമായിട്ട് ലൈറ്റിന് മറക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ വലിയ വണ്ടിയുടെ ഡിം ലൈറ്റ് കൊണ്ട് ചെറിയ വണ്ടിക്കാരെ കണ്ണുകൾക്ക് വലിയ പ്രശ്നമുണ്ട്. ഡിമ്മിന്റെ ഒരു പ്രത്യേകമായുള്ള പ്രശ്നങ്ങളാണത്. അല്ല, ഈ ഡിം എന്ന് പറഞ്ഞാൽ അതിൽ ഈ ജയൻ പലപ്പോഴും ഈ വാഹനങ്ങൾ നിർമ്മിക്കുമ്പോഴുള്ള ലൈറ്റ് അല്ല പലരും ഉപയോഗിക്കുന്നത്, പവർ കൂടിയാ. അത് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ അതൊന്നും പരിശോധിക്കാൻ നമുക്ക് കൃത്യമായൊരു സംവിധാനമില്ല. പിന്നെ ചെറിയ ചെറിയ കാറ്റിൽ മഴകൾ വരുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ആദ്യമായി നമ്മുടെ ലൈസൻസ് എല്ലാം കിട്ടും വളരെ ശ്രദ്ധിച്ചില്ല നമ്മൾ ഡ്രൈവ് ചെയ്യാറ്. പിന്നെ കുറച്ചു കാലം നമ്മൾ ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് പിടിച്ച് കുറച്ചു കാലം കഴിയും, പിന്നെ ശ്രദ്ധ വളരെ കുറയും നമ്മൾ ഡ്രൈവിങ്ങിൽ. ആദ്യത്തെ ഒരു ഡ്രൈവിങ്ങിന് നമ്മൾ ലൈസൻസ് കിട്ടിയ പാട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വണ്ടി എങ്ങനെയാണ് റോഡുമേൽ തന്നെ നോക്കിയിട്ട് നമ്മളുടെ ശ്രദ്ധയോടുകൂടി ഡ്രൈവ് ചെയ്യും. കുറച്ചു കാലം ഭയകം വരും. പിന്നെ നമ്മൾ ശ്രദ്ധകൾ അങ്ങും ഇങ്ങും റോഡിന്റെ നാല് പുറകെ നോക്കി അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് വണ്ടികൾക്ക് പിടിച്ചാൽ കിട്ടിയ സാഹചര്യം വരില്ല. അതാണ് അതിന്റെ അഭിപ്രായം. പിന്നെ ഞങ്ങളുടെ ഈ ഡ്രൈവിങ്ങിന്റെ ഒരു പ്രശ്നം റോഡുകൾക്കൊന്നും അത്ര വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും അല്ല. പക്ഷേ നമ്മൾ ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ചെറുപ്പക്കാരെല്ലാം ഫുൾ എൻജോയ് ആയി നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വലിയ ഹീറോ എങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ് മത്സര ഓട്ടങ്ങൾ. ഇതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അപകടം വരുന്നതാണെന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ സുരേഷ് കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സുരേഷ്, ഈ റോഡുകളുടെ സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് പ്രതികരിച്ച പല പ്രേക്ഷകരും പറയുന്നത്. മറിച്ച് അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നമ്മുടെ ഒരു ഉത്തരവാദിത്തം, അതായത് വാഹനം ഓടിക്കുന്നവർ പുലർത്താത്തതാണ് പ്രശ്നം എന്ന് പറയുന്നു. അതും ഈ ലൈസൻസ് കിട്ടുമ്പോഴാണ് ജാഗ്രത പുലർത്തുക. പിന്നീട് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒട്ടും ശ്രദ്ധയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ താങ്കൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്? ഹലോ, നമസ്കാരം. നമസ്കാരം, പറയൂ. എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞ പ്രേക്ഷകരൊക്കെ പറഞ്ഞത് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. അത് ഒരു പരിധിവരെ സത്യമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ ഘടകം, നമ്മള് ഈ വിദ്യാഭ്യാസ കാലത്ത് തന്നെ കുട്ടികൾക്ക് ഇത്തരം ഇതിനെ പറ്റിയിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ, അതായത് റോഡിൽ പാലിക്കേണ്ട മാനേഴ്സ്, ഡ്രൈവ് ചെയ്യുമ്പോഴും പുലർത്തേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് കുറച്ച് ഒരു ധാരണ ഉണ്ടാകണം എന്നുള്ളതാണ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മളിപ്പോ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം പൊതുസ്ഥലത്ത് ഇറങ്ങുമ്പം അത് ഡ്രൈവ് ചെയ്യുന്നവരായാലും പൊതുജനമായാലും അവര് കുറച്ച് പാലിക്കേണ്ട കുറച്ച് നമ്മുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളൊരു ശീലം തുടങ്ങിയാൽ അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ടല്ലോ. അതെ അതെ അതെ, അത് പിന്നീട് ആയുഷ്കാലം മുഴുവൻ ഉണ്ടാകും എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ വിദ്യാഭ്യാസ നയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇത്തരം നമ്മൾ കുറെ അപകടങ്ങൾ നമ്മളെ മുമ്പിൽ ഈയിടെയായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഈ കുട്ടികളിൽ ഇത്തരം ബോധവൽക്കരണം മറ്റു പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ആവശ്യമില്ലാത്തത് വരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇത്തരം അത്യാവശ്യമുള്ള കാര്യങ്ങൾ, കുറച്ച് നിയമപരമായിട്ടുള്ള അറിവുകൾ, അതുപോലെ ഈ ഡ്രൈവിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പൊതു സ്ഥലങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, തുപ്പുന്ന പോലത്തെ കാര്യങ്ങൾ, വേസ്റ്റ് കളയുന്നത്, അതുപോലത്തെ കടലാസുകൾ വലിച്ചെറിയുക, ഇതൊക്കെ പോയി അത്തരം കാര്യങ്ങളിലെ കുറച്ച് ഒരു അവയർനെസ് നമ്മളെ കുട്ടികൾക്ക് തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ റോഡുകളുടെ ഒരു പരിധിവരെ നന്നായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. റോഡുകളൊക്കെ ഇപ്പൊ ഒരു പരിധിവരെ ബെറ്റർ ആവുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ ഒരു 10-20 വർഷത്തിന് മേലായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. അപ്പോ ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണുന്നത്, നമ്മളിപ്പോ ഒരു റൈറ്റ് സൈഡ്, ഫോർ എക്സാമ്പിൾ ഒരു റൈറ്റ് സൈഡിലേക്ക് നമ്മളൊരു ടേൺ ചെയ്യാണ്. ടേൺ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് അതിന് കുറച്ചൊരു ഒരു കയറ്റം വേണം, എന്നാലേ ഗ്രിപ്പ് കിട്ടും.
അത് ചില വണ്ടിയുടെ സ്ഥലങ്ങളിൽ ഒരു ടേണിങ്ങിനനുസരിച്ച് അങ്ങനെ റോഡ് ക്രമീകരിക്കണം. ഏത് സൈഡിലേക്കാണോ ടേൺ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് ഉയരം വേണം. അപ്പോഴേ വണ്ടി ഗ്രിപ്പായിട്ട് റോട്ടിൽ നിൽക്കും. അല്ലെങ്കിൽ നമ്മളത് റോഡിൽ നിന്ന് സ്കിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെ ഇപ്പം പ്രശ്നങ്ങളുള്ളൂ. അല്ലെങ്കിൽ റോഡിന്റെ കാര്യത്തിൽ ഒരു പരിധി വരെ ഓക്കെയാണ്. വളരെ നന്ദി സുരേഷ് പൊതുവേദിയിൽ പ്രതികരിച്ചതിന്. സലിനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. സലിൻ, ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളം ഈ ദേശീയ പാതയിലെ അപകടങ്ങളിൽ രാജ്യത്ത് തന്നെ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ദേശീയപാതയുടെ ദൈർഘ്യം എന്നത് ഏതാണ്ട് 1800 കിലോമീറ്ററിൽ കഴിഞ്ഞ വർഷം, അതായത് 2022-23 കണക്കാണ് ഇപ്പോൾ റെക്കോർഡിക്കലി നമുക്ക് മുന്നിൽ ഉള്ളത്. അതനുസരിച്ച് 17,627 അപകടങ്ങൾ ആണ് 2022-23 കാലഘട്ടത്തിലുണ്ടായത്. ഈ AI ക്യാമറകൾ ഒക്കെ സ്ഥാപിച്ചതിന് ശേഷം അപകടങ്ങൾ കുറയുമെന്ന് പൊതുവെ വിലയിരുത്തിയിരുന്നുവെങ്കിലും അങ്ങനെയല്ല എന്നാണ് ക്രൈം റെക്കോർഡ്സ് ഓഫ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. സലീം സാർ, ഞാൻ ഇന്ന് അപകടം നടന്ന കോന്നി എന്ന പ്രദേശത്തിനടുത്ത് എന്നാണ് വിളിക്കുന്നത്. അവിടെ നിന്നാണ്. അപ്പൊ എനിക്ക് ഈ സംസ്ഥാന പാതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണമാണ്. 2 എന്ന് പറഞ്ഞാൽ ട്രാഫിക് നിയന്ത്രണ സെഗ്നലുകളുടെ കുറവുണ്ട്. 3 എന്ന് പറഞ്ഞാൽ അമിത വേഗതയും അശ്രദ്ധയും. പിന്നെ ട്രാഫിക് നിയമങ്ങളും അടയാളങ്ങളും പാലിക്കാത്ത പ്രശ്നം. അപ്പൊ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ, പരാതികൾ ജനങ്ങൾ കൊടുത്താൽ അത് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നതിന് അധികാരികൾ തയ്യാറാകുന്നില്ല. ഇതൊരു പ്രധാന പ്രശ്നമായിട്ട് ഇവിടെ നിലനിൽക്കുന്നു സാർ. ശരി. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും അവരെ സഹായിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും കാരണമാണ് പരാതി വേണ്ട രീതിയിൽ പരിഗണിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തതിന് കാരണമായിട്ട് ഞാൻ കാണുന്നത്. അതായത് ഈ റോഡ് അപകടങ്ങളെയൊക്കെ നിസ്സാരവൽക്കരിച്ച് കാണുകയാണ് നമ്മുടെ ഭരണകൂടം എന്നാണോ? അതെ സാർ, അതെ സാർ. ആ പ്രശ്നം ഉണ്ടാകുന്ന അവസരത്തിൽ മാത്രം ഓടിച്ചെന്ന് അവിടെ ഒരു സീൻ ഉണ്ടാക്കുന്നതല്ലാതെ, ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അത് ചെയ്യുന്നതിന് അധികാരികൾ തയ്യാറാകുന്നില്ല. അതിന് ജനപ്രതിനിധികളും തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ പാലക്കാട് ഒരു അപകടമുണ്ടായി. അത് 4 കുരുന്നുകളാണ്. നമുക്ക് ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ച എന്നത്. അവിടെ പക്ഷേ മന്ത്രിയും ഉദ്യോഗസ്ഥരും ഒക്കെ നേരിട്ടെത്തി വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ ദേശീയപാത അതോറിറ്റി അതിന് പണം നൽകിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പണം ചെലവാക്കുമെന്ന് പറയുന്ന ചില പോസിറ്റീവായ കാര്യങ്ങൾ കൂടിയില്ലേ? സാറേ, അതെ, ഇത് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ശാസ്ത്രീയമായി പണിയുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലല്ലോ. അതില്ല. അപ്പൊ ഇതിനുള്ള മോണിറ്ററിംഗ് ഇന്ന് നടക്കുന്നില്ല. ശരിയായ മോണിറ്ററിംഗ് നടക്കുന്നില്ല. ശരി, വ്യക്തമാണ്. എന്തായാലും സലീം, താങ്കളുടെ അഭിപ്രായം ഈ അധികാരികൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം. പ്രത്യേകിച്ച് റോഡ് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ശാസ്ത്രീയമായ പരിശോധനകൾ കൂടുതൽ നടത്തേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. റഷീദ് കൊയിലാണ്ടിയിൽ നിന്നുള്ള പ്രേക്ഷകനടക്കം പൊതുവേദിയിലേക്ക് വിളിച്ചു കഴിഞ്ഞു. റഷീദ് അടക്കം തുടരുക. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുകയാണ്. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂസ് 18 വാർത്താ പരമ്പരയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. ആരാണ് ഇത്തരം അപകടങ്ങളിൽ ഉത്തരവാദി? ആരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പിഴവുകളാണ്? നമ്മൾ റോഡിൽ അടക്കം പുലർത്തേണ്ട കൾച്ചർ, ഒരു റോഡ് കൾച്ചർ തന്നെ മാറേണ്ട സമയമായില്ലേ എന്നുള്ളതാണ് ഈ വാർത്താ പരമ്പരയുടെ അടിസ്ഥാനം. അതിൻ്റെ ഭാഗമായാണ് പൊതുവേദി ഇന്ന് ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്യുന്നത്. കൊയിലാണ്ടിയിൽ നിന്ന് റഷീദ്, കുറച്ചധികം സമയമായി താങ്കൾ കാത്തിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കൾ വാഹനം ഓടിക്കുന്ന ഒരാളാണോ? ഈ വാഹനം ഓടിക്കുന്ന ആളാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്? യഥാർത്ഥത്തില് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്ന പാലക്കാട്ടെ അതിദാരുണമായ ഒരു അപകടം, ഹൈസ്കൂൾ വിദ്യാർത്ഥിനികളായ 4 വിദ്യാർത്ഥിനികൾ കൊഴിഞ്ഞുപോയി. ഇന്ന് 4 ആളുകൾ മദ്യപിത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ഒരു അപകടത്തിൽ അവരുടെ രക്ഷിതാക്കളടക്കം മരണപ്പെട്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസം മുമ്പ് എന്റെ ഒരു പ്രവാസി സുഹൃത്ത് ഒരു അപകടത്തിൽപ്പെട്ട് കോമോയില് മിംസ് ഹോസ്പിറ്റലിൽ കണ്ണൂരിൽ കഴിയുകയാണ്. ഒരുപാട് അപകടങ്ങൾ കേൾക്കാനേ നമുക്ക് നേരമുള്ളൂ. ഒരുപാട് ജീവനുകൾ റോഡുകളിൽ ഒലിഞ്ഞു പോകുന്നുണ്ട്. ഇതിന്റെ എല്ലാം കാരണം പലവിധമാണെങ്കിലും പക്ഷെ പലതുകൊണ്ട് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഈ മോട്ടോർ വകുപ്പിന്റെ
ഒരു വല്ലാത്ത ഇടപെടലുകൾ വേണ്ട വിധത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല, ശിക്ഷാ രീതികളിൽ പോലും ഇതിന് മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഞാൻ 5 ഗൾഫ് നാടുകൾ സന്ദർശിച്ച ഒരാളെന്നുള്ള നിലയിൽ ഈ 5 ഗൾഫ് നാടുകളിലും വാഹനാപകടങ്ങൾ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു അവിടെ ഈ ലൈസൻസ് അല്ലേ, അതായത് ഒരു അപകടത്തിൽപ്പെട്ടാൽ അത് നോട്ട് ചെയ്യുന്നു, ഈ ലൈസൻസിലടക്കം മാർക്ക് ചെയ്യുന്നു, അങ്ങനെ അപകടങ്ങൾ ആവർത്തിച്ചാൽ. ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നുമുള്ള ഒരു കൃത്യമായ സംവിധാനം ഇല്ല എന്ന് തോന്നുന്നു. അതെ അതെ, അതായത് നിയമത്തില് അവർ ഒന്നുകൂടി പരിഷ്കരിച്ചുകൊണ്ട് നിയമം കർശനമാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ കുറക്കാൻ നമുക്ക് സാധ്യമാവും. നേരെ മറിച്ച് ഒരുപാട് അപാകതകളുണ്ട്. റോഡിന്റെ അശാസ്ത്രീയത, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ആണെങ്കിൽ റോഡ് വല്ലാത്ത രീതിയിലാണുള്ളത്. അതുകൊണ്ട് അതിലെല്ലാം ഒരുപാട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. ആദ്യം നടന്ന അപകടം, പാലക്കാട് നടന്ന അപകടം ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ്. ഡ്രൈവർമാര് ലഹരിയും ഇതിന്റെ പ്രധാന കാരണമാണ്. ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാല് ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ട് എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. നേരെ മറിച്ച് ഞാൻ പറഞ്ഞ എന്റെ ഒരു സുഹൃത്ത്, ഇപ്പോ കോമാവസ്ഥയിൽ കിടക്കുന്ന സുഹൃത്ത്, അപകടത്തിൽപ്പെട്ടത് 2 പെൺകുട്ടികൾ ഡ്രൈവിംഗ് പഠിച്ച് അവർ വണ്ടിയെടുത്തു, ബ്രേക്ക് കൊടുക്കേണ്ടടുത്ത് ആക്സിലേറ്റർ കൊടുത്തപ്പോൾ വണ്ടി മൂവ് ചെയ്ത് ഇദ്ദേഹത്തെ പോയി തട്ടി മരത്തിൽ പോയി ഇടിക്കുകയുണ്ടായത്. അതാണ് ഏറ്റവും ദുഃഖകരം. പലപ്പോഴും ഈ അശ്രദ്ധ മൂലം ഒരു തെറ്റും ചെയ്യാത്തവർ ആണ് മക്കളെയുള്ള കാര്യം നമ്മൾ ആ രക്ഷിതാക്കളുടെ കരച്ചിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീർ വരികയാണ്. ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുത്തി വെക്കുന്നതിന്റെ പ്രധാന കാരണം പലതുമാണ്. അതാ ഞാൻ പറഞ്ഞ പല കാരണങ്ങളുണ്ടെങ്കിലും ആ കാരണങ്ങളൊക്കെ തേടി പിടിച്ചുകൊണ്ട് മോട്ടോർ വകുപ്പ് ഇതിന് നല്ല രീതിയിലുള്ള ഒരു ശിക്ഷാ നടപടിയിലേക്ക് നീങ്ങണം. അതിനുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കണം എന്ന് തന്നെയാണ് എനിക്ക്. വളരെ നന്ദി റഷീദ്. പ്രേമൻ എന്ന പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന്. പ്രേമൻ, ഇതാണ് ഈ നിരപരാധികളായ ആളുകൾ, പാതയിലൂടെ നടക്കുന്നവർ, അതും റോഡിലൂടെ ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നവർ ഒക്കെയാണ് ഈ അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വേദനയോടെ കണ്ടതാണ് 4 കുട്ടികൾ. ഒരുപക്ഷെ രക്ഷിതാക്കൾക്ക് ഈ കുട്ടികളെയൊക്കെ നടന്നുപോലും സ്കൂളിലേക്കൊക്കെ അയക്കാൻ പോലും ഭയപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അത്ര ദാരുണമാകുന്ന അപകടങ്ങൾക്കാണ് കേരളം ഓരോ ദിവസവും സാക്ഷ്യം വഹിക്കുന്നത്. പ്രേമൻ, ഞാൻ 88 ഡ്രൈവ് പഠിച്ചതാണ്. 88 ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ പറഞ്ഞാൽ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്റ്റിയറിംഗ് കിട്ടുന്നത്. എന്നുവെച്ചാല് നമ്മൾ പഠിച്ചത് ഡ്രൈവിംഗ് വണ്ടി കഴുകിയിട്ടാണ് പഠിക്കല്. താങ്കൾ ഡ്രൈവറാണോ? ജോലി ഡ്രൈവിംഗ് ആണോ? അതെ അതെ അതെ. വലിയ വാഹനമാണോ ഓടിക്കുന്നത്? ഞാനിപ്പോ ഒരു ടൂറിസ്റ്റ് ചെറിയ വണ്ടിയാണ്. അപ്പൊ നമ്മൾ പഠിച്ചത് പിന്നെ വണ്ടി കഴുകിയിട്ടാണ് വണ്ടിയെ പറ്റി പഠിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ അതല്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ 1 മാസം ലേൺ ടെസ്റ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത്, ഏതാ വണ്ടി എടുക്കുന്നത്, റോഡ് മേലെ ഇറങ്ങുന്നത്, എങ്ങനെയാ പോകേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുണ്ട്. പിന്നെ റോഡിന്റെ പ്രശ്നം. റോഡ് ഇപ്പൊ ഈ അപകടം വരുന്ന സ്ഥലങ്ങളിൽ ഈ ചെയ്യുന്ന സമയത്ത് ശരിക്കും കോൺക്രീറ്റ് ഡിവൈഡർ വെച്ചിട്ട് 2 സൈഡിലൂടെ വണ്ടി കടത്തി വേണ്ട ഒരു സംവിധാനം ആക്കണം. അത് പിന്നെ ഈ സിഗ്നൽ കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കുക. പിന്നെ പാർക്കിംഗ്, ഹൈവേ തന്നെ പാർക്കിംഗ് ചെയ്യേണ്ട സ്ഥലം വേറെ തന്നെ വെച്ച് കൊടുക്കുക. ഈ ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, മറ്റേ ഓരോ സ്റ്റോപ്പിന്റെ പള്ളക്ക് തന്നെ റോഡിൽ തന്നെ ഉണ്ടാവും ഓട്ടോ സ്റ്റാൻഡ്. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് ഈ കിടക്കുന്നത്. ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്താ പറയേണ്ട അധികാരികൾ കാണൂല. എന്തായാലും പ്രേമൻ പറഞ്ഞത് ഈ വാഹനവും ഒരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമെന്ന രീതിയിൽ കണ്ടുകൊണ്ട് വേണം കൈകാര്യം ചെയ്യാനെന്നാണ് അല്ലേ? ഞാൻ കണ്ടെടുക്കാത്ത ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ഒരു മത്സര ബുദ്ധിയാണ് ഡ്രൈവിംഗ്. പിന്നെ ബസ്സുകാർക്ക് ഇപ്പൊ RTO കൊടുക്കുന്ന സമയം സാറിനെ ശ്രദ്ധിച്ചു നോക്കും. 1 മിനിറ്റ് 2 മിനിറ്റ് വ്യത്യാസത്തിൽ വരുന്നത്. അവര് പാഞ്ഞു പിടിക്കാൻ അവരെ മരണപ്പാത്തിൽ അവര് പായുന്നത്. എന്തായാലും വളരെ നന്ദി താങ്കളുടെ. ഞാൻ വണ്ടിയും കൊണ്ട് കൊയിലാടി നിർത്തിട്ട് കട്രോള് പോയിട്ടുണ്ട്. 2 ബസ് അങ്ങ് ഒപ്പരം വന്നിട്ട് നമ്മളെ തടിയും കൊണ്ട് പാഞ്ഞിട്ട് കട്രോളക്കിട്ട് ഇറങ്ങി രക്ഷപ്പെട്ടിട്ടുണ്ട്. ശരി. എന്തായാലും പ്രേമൻ പറഞ്ഞത് ഒരു പഴയ കാലഘട്ടത്തിൽ ഡ്രൈവിംഗ് പഠിച്ച ആളാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വാഹനമൊക്കെ കഴുകിയതിന് ശേഷമൊക്കെ എന്ന് പറയുമ്പോൾ. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു സിനിമയിൽ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ മമ്മൂട്ടി പറയുന്നൊരു ഡയലോഗുമുണ്ട്. അവരൊരു ദൗത്യത്തിന് പോകുമ്പോൾ ആ ജീപ്പ്
അപകടത്തിൽപ്പെട്ടു പോകുന്നു. എല്ലാവരും രക്ഷപ്പെട്ടപ്പോൾ മമ്മൂട്ടി ആ ജീപ്പ് നോക്കി നിൽക്കുമ്പോൾ മറ്റൊരു കഥാപാത്രം ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന്. അപ്പോൾ ആ ജീപ്പും നമ്മുടെ സ്ക്വാഡിൻ്റെ ഒരു അംഗമായിരുന്നു എന്ന് മമ്മൂട്ടി പറയുന്നൊരു ഡയലോഗുണ്ട്. അത് നമ്മുടെ വാഹനം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ ഭാഗമാണ് എന്ന് നിലയിൽ വേണം കൈകാര്യം ചെയ്യാൻ എന്നാണ് ആ പ്രേക്ഷകൻ പറഞ്ഞത്. അതൊരു നല്ല സന്ദേശമാണ്. പക്ഷേ പുതിയ കാലഘട്ടമാണ്, അതുകൊണ്ട് അത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നറിയില്ല. ഒപ്പം ബദ്രുദ്ദീൻ എന്ന പ്രേക്ഷകനും എഡിസണും അത് രണ്ടുപേരും ടെലിഫോൺ ലൈനിലുണ്ട്. ഞാൻ അവരിലേക്ക് വരുന്നതിന് മുമ്പ് ഷമീർ എന്നൊരു പ്രേക്ഷകൻ, റോഡ് നിർമ്മാണം എന്ന് തന്നെ പറയാൻ പറ്റില്ല, കാരണം കേരളത്തിൽ റോഡുകളില്ല എന്നാണ് യൂട്യൂബിലെ കമൻ്റായി നൽകിയിട്ടുള്ളത്. അബൂബക്കർ പറയുന്നത് റോഡ് കുളമാക്കിയത് സർക്കാരാണ് എന്നാണ്. ഒപ്പം സുരേഷ് ബാബു പറയുന്നത് ഏറ്റവും മോശപ്പെട്ട റോഡിലല്ല അപകടങ്ങൾ നടക്കുന്നത്, ഏറ്റവും നല്ല റോഡുകളിൽ ആണ്. അപ്പോൾ അതിന് കാരണം 90% ഓടിക്കുന്നവരുടെ കുഴപ്പമാണ്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ബദ്രുദ്ദീന് എന്താണ് അഭിപ്രായം? സാർ, ഞാൻ പാലക്കാട് ജില്ലയിൽ തന്നെ ഉള്ള ആളാണ്. കഴിഞ്ഞ ദിവസം അവിടെയാണല്ലോ വലിയ അപകടം ഉണ്ടായത്. അതെ, ഞാൻ മസ്കറ്റില് ദുബായ് ഒക്കെ ആയിട്ട് ജോലി ചെയ്ത വ്യക്തിയാണ്. അവിടുത്തെ ട്രാഫിക് നിയമം പോലെയല്ല നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും പേടിയില്ല. കാരണം ഇവിടെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പരിഹരിക്കപ്പെടും എന്നുള്ള നിയമങ്ങൾ, അത് ആരും നിയമം കൈയെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ കർശനമായിട്ടുള്ള ഒരു നിയമമില്ല. ഒന്ന്. രണ്ടാമത്, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന വ്യക്തിക്ക് ഡ്രൈവിങ്ങിനെ പറ്റി എത്രത്തോളം പിടിപാടുണ്ട് എന്നറിയില്ല. ദുബൈയിലൊക്കെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് ഒരാൾ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാക്സിമം ഒരു 3 മാസത്തെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് ലൈസൻസ്. അതായത് ഈ ബദ്രുദ്ദീൻ ഈ ലൈസൻസ് കൊടുക്കുന്നത് ഇപ്പൊ കേരളത്തിൽ വലിയൊരു ചർച്ചയായിരിക്കുന്ന സമയം കൂടിയാണ്. ഇത്രയൊക്കെ സ്ട്രിക്റ്റ് ആക്കേണ്ടതുണ്ടോ ലൈസൻസ്? പ്രത്യേകിച്ച് ഗണേഷ് കുമാർ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു കുറച്ചുകൂടിയൊക്കെ സ്ട്രിക്റ്റ് ആക്കി കൃത്യമായി കാര്യങ്ങൾ പോകണമെന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു അതൃപ്തിയുണ്ട്, ഇങ്ങനെയൊക്കെ നിർബന്ധമാക്കണമോ എന്ന്. പക്ഷെ അതല്ല. തീർച്ചയായിട്ടും ഞാൻ ഗണേഷ് കുമാറിന്റെ പാർട്ടിയിൽപ്പെട്ട ആളല്ല, എങ്കിലും ആ ഒരു കാര്യത്തിൽ ഞാൻ മന്ത്രിയോടുകൂടി യോജിക്കുകയാണ്. ശരി ശരി. അദ്ദേഹത്തിന്റെ നിയമം പറയുന്നത് വളരെ കാര്യമായിട്ടാണ് പറയുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന വ്യക്തിക്ക് ഡ്രൈവിംഗുമായിട്ട് എത്രത്തോളം പിടിപാടുണ്ട് എന്നുള്ളത് ഒരു ആൾ ചെക്ക് ചെയ്യുന്നില്ല. പിന്നെ ഈ റോഡ് വളരെ നല്ല റോഡുകളാണ്. ആ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ അറിയാതെ കാല് കൊടുക്കുമ്പോൾ വണ്ടി നീങ്ങിപ്പോകും. അപ്പൊ അതിനുള്ള സ്പീഡ് ബ്രേക്കറോ സംവിധാനങ്ങളോ ടേണിങ്ങിലോ ഒന്നുമില്ല. ഈ 4 കുട്ടികൾ പാലക്കാട് മരിച്ചിട്ട് ഞാൻ അവിടെ നേരിട്ട് പോയതാണ്. എന്റെ പരിസരത്താണത്. അപ്പൊ ഞാൻ അവിടെ പോയി കണ്ടപ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്രയും ഒതുങ്ങിയിട്ടാണ് കുട്ടികൾ പോയിരിക്കുന്നത്. ദൃശ്യങ്ങളിലും വ്യക്തമായിരുന്നു. അതെ. യെസ്, എന്തായാലും വളരെ നന്ദി ബദ്രുദ്ദീൻ പ്രതികരിച്ചതിന്. ഇന്നിപ്പോൾ പൊതുവേദിയിലേക്ക് വിളിക്കുന്ന പ്രേക്ഷകരിൽ വലിയൊരു ശതമാനവും പ്രവാസികളാണ് എന്നത് എടുത്തു പറയേണ്ടതാണ്. കാരണം അവർ മറ്റു രാജ്യങ്ങളിലൊക്കെ വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ അത്രമേൽ ശക്തമല്ല ഈ കേരളത്തിൽ ഉൾപ്പെടെ എന്നതുകൊണ്ടാണ് അങ്ങനെ പ്രേക്ഷകർ അധികമായി വിളിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എഡിസൺ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എഡിസൺ, താങ്കൾ വാഹനം ഓടിക്കുന്ന ആളാണോ? താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ വാഹനം ഓടിക്കുമ്പോൾ അനുഭവപ്പെടാറുണ്ടോ? ഞാൻ വാഹനം ഓടിക്കുന്ന ആളാണ്. ഞാൻ 90 ലൈസൻസ് എടുത്തിട്ടുള്ള ആളാണ്. എന്റെ വീടിന്റെ മുന്നിൽ കൂടെയാണ് 6 വരി പാത പോകുന്നത്. ഈ 6 വരി പാതയിൽ വണ്ടി ഓടിക്കാൻ അറിയാത്ത ആൾക്കാരാണ് കേരളത്തിലുള്ള മനുഷ്യന്മാര്. ഒരു 2 വീലർ 6 വരി പാതയിൽ എവിടെ ഓടിക്കുക നിങ്ങൾക്കറിയോ? ഇടതുവശത്ത് കൂടെ ഓടിക്കാൻ പാടുള്ളൂ. ഒരു കാർ 4 വീലർ എവിടെ ഓടിക്കുക? വലതുവശത്ത്. ഒരു ഹെവി വാഹനം സെന്റർ. ഇതിവിടെ എത്ര ഡ്രൈവർമാർക്ക് അറിയാം? അതായത് ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമല്ല ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത്. അതായത് ഒരു നമ്മുടെ പത്രത്തിലും എല്ലാത്തിലും വരുന്ന കാര്യങ്ങളാണ്. അവിടെ എനിക്ക് എഡിസൺ, അവിടെ എന്റെ ഒരു സംശയം, ഇപ്പോഴാണല്ലോ നമ്മൾ ഈ 6 വരി പാതയിലേക്കൊക്കെ കടക്കുന്നത്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു 4 കൊല്ലമായി 6 വരി പാത. അതല്ല ഞാൻ സൂചിപ്പിച്ചത്, അങ്ങനെയല്ല. ഒരു പൊതുവെ അതായത് താങ്കൾ 90കളിലല്ലേ, താങ്കൾ 90കളിൽ ലൈസൻസ് കിട്ടിയെന്നല്ലേ പറഞ്ഞത്? അന്ന് നമ്മുടെ റോഡിന്റെ ഒരു അവസ്ഥ, അന്നത്തെ പാതകളും ഇന്നത്തെ പാതകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാറണമെന്നാണോ പറയുന്നത്? അതെ, അതായത് ഞാനിതിപ്പോ അറിയുന്നത് എങ്ങനെ പത്രത്തിലൂടെയും നമ്മുടെ യൂട്യൂബിലും ഒക്കെയാണ് 6 ലൈനിലും ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് ഞാൻ അറിയണത്. അതെല്ലാവരും നമ്മൾ ഈ മൊബൈൽ കൈ പിടിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് ഇത് അറിഞ്ഞൂടെ? ഇന്നത്തെ കാലത്ത് യൂട്യൂബ് നോക്കുന്നവർക്ക് എങ്ങനെ വണ്ടി ഓടിക്കാൻ എല്ലാവർക്കും അറിയാം. 6 ലൈനിൽ വണ്ടി ഓടിക്കണം 2 വീലർക്കാരൻ ഇടത് വശത്ത് കൂടെ ഓടിക്കണം നിർബന്ധമാണ് കേന്ദ്ര സർക്കാരിന്റെ. ഇത് എല്ലാരും കൂടി എന്താണ് 80 കൂടെ ഓടിക്കുക 6 ലൈൻ. എന്റെ വീടിന്റെ മുന്നിൽ കൂടെ പോകുന്ന റോഡാണിത്.
അതെ അതെ, എപ്പോഴും ടൂ വീലറുകാരിങ്ങനെ ഓരോന്നിനിടയിലൂടെ വെട്ടിച്ച് കയറി പോകും. കാറുകള്, അതായത് 4 വീലറുകളാണ് റൈറ്റിൽ പോകേണ്ടത് നല്ല സ്പീഡിൽ 200 കിലോമീറ്റർ സ്പീഡിലൊക്കെ എന്റെ വീണ്ടും എനിക്ക് വണ്ടികൾ പോകണം. ഒരു അപകടമില്ല. ഞങ്ങൾക്ക് മനുഷ്യന്മാർക്ക് പാസ് ചെയ്തിട്ട് വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ 10 പൈസ കിട്ടില്ല ആ റോട്ടിൽ നിന്ന്. 200 കിലോമീറ്റർ സ്പീഡിലൊക്കെ അതിൽ ഓടിക്കുന്നു. പിന്നെ നിങ്ങൾ മണ്ണുത്തി ബൈപ്പാസിൽ വന്നിട്ട് ഞാൻ അങ്ങനെയൊന്നും നമ്മുടെ റോഡിലൂടെ ഓടിക്കാൻ പാടില്ല. ക്യാമറ കൊണ്ടുവന്നിട്ട് മണ്ണുത്തി നമ്മുടെ അതായത് 4 ലൈനിൽ നിന്ന് 6 ലൈനിൽ കയറാണ് നടത്തറന്ന്. അതെനിക്ക് തോന്നുന്നതേ ഈ ചിലർക്ക് എവിടെയാണ് ഈ AI ക്യാമറ ഉള്ളതെന്നൊക്കെ നേരത്തെ അറിയാം. ഇപ്പോൾ അതിന് പോലും ആപ്പ് ഉണ്ടല്ലോ, താങ്കൾ ഈ പറഞ്ഞ മൊബൈലിൽ കിട്ടും. അപ്പൊ അതിനെ ഒളിപ്പിച്ചാണ് അങ്ങനെ പോകുന്നതെന്ന് തോന്നുന്നു. 6 ലൈനില് ഒരു ക്യാമറയും ഇല്ല. എന്റെ വീടിന്റെ അവിടെയുള്ള ഒല്ലുക്കരയാണ് നമ്മുടെ കേരള സർക്കാർ. അത് സാധാരണ റോഡാ, സാധാരണ 2 നിങ്ങൾ 6 ലൈനിൽ ഒരു ക്യാമറ ഇല്ലേ? 6 ലൈനിലൂടെയാണല്ലേ ഈ 200 കിലോമീറ്റർ പോകുന്നത്? അല്ല, പിന്നെ ഈ എത്ര പേരെ വെച്ചെന്നറിയും ഞങ്ങളുടെ. നിങ്ങൾ പത്രം എടുത്ത് നോക്കിയാൽ 200 നിങ്ങളുടെ നമ്മുടെ 24ന്റെ വണ്ടി വരെ ഇടിച്ച് മരിച്ചു പോയതാ 2 കുട്ടികൾ. അവിടെ വാണിയമ്പാറ ക്രോസിംഗ് ഇല്ല. ഇടിച്ചവർക്കൊന്നും കാശ് കിട്ടില്ല. എന്താണെന്നറിയോ, ഈ റോഡിലെ മനുഷ്യന്മാർ ക്രോസ് ചെയ്യുമ്പോൾ അണ്ടർ പാസ് ഉണ്ട്, അല്ലെങ്കിൽ മൂളിക്കൂടെ മേൽപ്പാലം. ഇതില് വണ്ടി ഓടിക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഇന്ന് കേരളത്തിലുള്ള കാറുകാരും 2 വീലറുകാരും. എന്തായാലും ശരിയാണ് താങ്കൾ പറഞ്ഞത്. റോഡിന്റെ ഞാൻ പറയാം, ഇവിടുന്ന് വടക്കോട്ട് നിങ്ങളുടെ ക്യാമറയും കൊണ്ടുപോവാ. വടക്കൻ ജില്ലകളില് ഒരാൾക്കും ഡ്രൈവിങ്ങിന്റെ ഒരു മര്യാദയില്ല. ഒരു മര്യാദയില്ലാന്ന്. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ആളാ. ഒരു രക്ഷയില്ല. വന്ന് ഇരിക്കുക. ശരി ശരി. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു പ്രദേശത്തെ മാത്രമായൊന്നും പറയേണ്ടതില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതുമാണ്. കേരളത്തിൽ പൊതുവെ ഈ റോഡുകളിൽ പുലർത്തേണ്ട ഒരു മര്യാദ പുലർത്തുന്നില്ല എന്ന് ഇന്നിപ്പോൾ പൊതുവേദിയിൽ അഭിപ്രായപ്പെട്ടവരിൽ വലിയൊരു ശതമാനവും പറയുന്നുണ്ട്. അത് ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. രവീന്ദ്രൻ ആണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ചേരുന്നത്. രവീന്ദ്രൻ, പല പ്രേക്ഷകരും പറയുന്നത് ഡ്രൈവർമാരുടെ അശ്രദ്ധ ആണ് അപകടത്തിന് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ്. ഈ കണക്കുകൾ അനുസരിച്ച് ഈ സംസ്ഥാന പാതകളുണ്ടല്ലോ, അതായത് ഓരോ രാജ്യത്തെ സംസ്ഥാന പാതകളുടെ പട്ടിക പരിശോധിച്ചാൽ അതിൽ സംസ്ഥാന പാതകളിലും ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. 5ാം സ്ഥാനത്താണ് രാജ്യത്ത് കേരളത്തിൻ്റെ അവസ്ഥ. ഏതാണ്ട് 44,000-ലധികം കിലോമീറ്ററുകളിൽ മാത്രം 2023 കണക്കനുസരിച്ച് 9,500 അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കണക്കുകൾ. സാറേ, ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, പഴഞ്ചൊല്ലുണ്ട്, ഓർക്കരുത്. ആലയുടെ കുഴപ്പമാണോ തീയിലെ തൂറ്റിയെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇതിന്റെ അഹംഭാവം, ധിക്കാരം, ദാസ്യത്തിന്റെ കുഴപ്പമാണ് സാറേ ഇതെല്ലാം ഉണ്ടാകുന്നത്. മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് തലേദിവസം ഓവറായിട്ട് മദ്യപിച്ചാലും മതി, പിറ്റേ ദിവസം വണ്ടി ഓടിച്ചാൽ ഉറങ്ങിപ്പോകും. ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഓവർ സ്പീഡിൽ വരും. ഓവർ സ്പീഡിൽ പറഞ്ഞു പറഞ്ഞാൽ ഒരു ലെവൽ റോഡാണെങ്കിൽ ആ റോഡിൽ കൂടി 80 മൈൽ 90 മൈൽ സ്പീഡിൽ വന്നിട്ട് ആ സ്പീഡിൽ തന്നെ വളവ് ഇരിക്കാൻ നോക്കും. ആ വളവ് ഇരിക്കാൻ നോക്കുമ്പോൾ അപകടം ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് പവർ സ്റ്റിയറിംഗാ. ഇവിടുത്തെ വണ്ടി മുഴുവൻ പവർ സ്റ്റിയറിംഗ് ആയി. പണ്ടത്തെ പോലെ നമ്മൾ ഒരു കളവ് അകലേന്ന് ഓടിക്കേണ്ട കാര്യമില്ല. ആ സെക്കൻഡിൽ ഓടിച്ചു പോകാന്നുള്ളത്. ഈ ഒടിവ് കൂടിപ്പോകും. അണിവിരൽ കൊണ്ട് വണ്ടി ഓടിച്ചാൽ മതി. അണിവിരൽ വെച്ച് വണ്ടി ഓടിച്ചാൽ ഇപ്പോൾ അത് ചില സമയത്ത് വട്ടം ഒടിഞ്ഞു പോകും. ഇതിപ്പോ ഈ ബോധമില്ലാതെ വരുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്. നമുക്ക് നമ്മൾ മദ്യപിച്ചിട്ടും മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് മുഴുവൻ നമ്മുടെ സ്വന്തമാണ്. മറ്റുള്ളവർക്ക് ആർക്കും ഇല്ല. നമുക്ക് എന്തും കാണിക്കാം. നമ്മൾ എന്ത് കാണിച്ചാലും കുഴപ്പമില്ലെന്ന് ഓർക്കും. ഡ്രൈവർമാരൊന്ന് ചിന്തിക്കേണ്ട കടമയുണ്ട്. ഡ്രൈവർ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന ആളാണ്. ഞാൻ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഞാൻ ഇരിക്കുന്നത് എന്റെ ജീവനല്ല, എന്റെ ജീവനേക്കാളും വിലയുള്ള ജീവനുകളാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അന്ന് ഒരു ചിന്ത വേണം. ആ ചിന്ത ഉണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഉണ്ടാകില്ല. ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഹെൽമെറ്റ് വേട്ട നടത്താതെ, ഹെൽമെറ്റ് വേട്ട പോലെ തന്നെ അത് നടത്താതെ ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, പോലീസുകാരാണെങ്കിലും മോട്ടോർ ബൈക്കുകളാണെങ്കിലും അവർ ചെക്ക് ചെയ്യണം. ഇടയ്ക്ക് ചെക്ക് ചെയ്ത് ലോറിയും ഈ ബസ്സും എല്ലാം ചെക്ക് ചെയ്യണം. ബസ്സും കാറും എല്ലാം ചെക്ക് ചെയ്ത് ഇവർ മദ്യപിച്ചിട്ടുണ്ടോ, ഇവർ ഉറങ്ങുന്നുണ്ടോ, ഇവർക്ക് ലൈസൻസ് ഉണ്ടോ. ലൈസൻസ് ഒക്കെ എടുക്കുമ്പോൾ സാറേ എല്ലാം കറക്റ്റ്. എല്ലാവർക്കും ഇവിടുത്തെ നിയമവും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കില്ല. ഇതെല്ലാം അറിയാം. സ്കൂൾ തരം മുതൽ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ലൈസൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ ഇത് ലൈസൻസ് എടുത്ത് വണ്ടി കൈ കെട്ടിക്കുമ്പോൾ അഹംഭാവം, ധിക്കാരം, ദാസ്യം കാണിക്കുന്നതാണ് ഈ കുഴപ്പം പറ്റുന്നത്. അതാണ്. അതായത് ഡ്രൈവിംഗ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമായി, പിന്നെ അപകടമുണ്ടായാൽ ഇൻഷുറൻസ് കമ്പനിക്കാരും നോക്കിക്കോളുമല്ലോ എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പല ഡ്രൈവർമാരും പുലർത്തുന്നു എന്നുള്ളതാണ്. ചന്ദ്രൻ നായർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ചന്ദ്രൻ നായർ, ഇതിലിപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ആളുകൾ പറയുന്നത്. അതിൽ ചിലർ പറയുന്നുണ്ട് റോഡുകളുടെ ശോച്യാവസ്ഥ അപകടത്തിന് പ്രധാനപ്പെട്ട കാരണമാകുന്നുണ്ട്, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികൾ കാരണമാകുന്നുണ്ട് എന്നുള്ളത്.
ഒപ്പം ഈ പൊതുവെ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വരുന്നത് സംസ്ഥാന പാതകളിലെയും ദേശീയ പാതകളിലെയും അപകടങ്ങളാണ്. അതേസമയം പ്രാദേശികമായി നിരവധി അപകടങ്ങൾ നടക്കുന്നുണ്ട്. അത് മെയിൻ സ്ട്രീമിലൊന്നും വരാറില്ല. നമ്മുടെ കണക്കുകൾ അനുസരിച്ചും ഈ കേരളത്തിലെ റോഡുകളിൽ 73% അപകടങ്ങൾ ഉണ്ടാകുന്നത് ജില്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴുകളിൽ വരുന്ന റോഡുകളുണ്ടല്ലോ, ആ റോഡുകളിൽ ആണ് എന്നാണ്. താങ്കൾക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ടോ? അതായത് ഈ ചെറിയ ഇടവഴികൾ, നാട്ടുവഴികൾ എന്നൊക്കെ പറയാവുന്ന റോഡുകളുണ്ടല്ലോ, പഞ്ചായത്ത് റോഡുകൾ, തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്ന റോഡുകൾ, ജില്ലാ ഭരണകൂടത്തിന് കീഴിൽ വരുന്ന, അവിടെയൊക്കെ അപകടം അധികമായി ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ ചന്ദ്രൻ നായർ? സാർ, എനിക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാനുണ്ട്. കേരളത്തിനകത്ത് 14 ജില്ലകളിലായിട്ട് 4000-നും 5000-നും ഇടയ്ക്ക് വാഹനങ്ങളാണ് ഒരു ദിവസം വിറ്റുപോകുന്നത്. അത് രജിസ്ട്രേഷനിലൂടെ റോഡിലേക്ക് ഇറങ്ങുന്നു. ഇത്രയും വാഹനങ്ങൾക്ക് നമ്മളെ റോഡിലൂടെ ഓടാനുള്ള ഒരു സൗകര്യം, അതായത് റോഡ് ടാക്സ് നമ്മൾ കൊടുക്കുന്ന റോഡിലൂടെ സുഗമമായി വാഹനം ഓടിക്കാനാണ് നമ്മൾ റോഡ് ടാക്സ് കൊടുക്കുന്നത്. നിർഭാഗ്യവശാൽ അതില്ല. അത് കൂടാതെ ഒരു വാഹനം എടുക്കുന്ന ഒരാൾ, ഒരു 2 വീലറിന്റെ കാര്യം തന്നെ പറയാം, ഒരു 7 തരം ടാക്സ് ആണ് ഈ 2 ഗവൺമെന്റുകൾക്കുമായിട്ട് പോകുന്ന പല തരത്തിലുള്ള ടാക്സുകൾ. സാറ് പിന്നെ വാഹനം ഉപയോഗിക്കുന്ന ആളാണെന്നുള്ളത് കൊണ്ട് പറയേണ്ടതായിട്ടില്ല. 6-7 പ്രേക്ഷകർ വലിയൊരു ശതമാനത്തിനും അതൊക്കെ അറിയാം. നമ്മൾ നികുതിയായി കൊടുക്കുന്ന, ടാക്സായി കൊടുക്കുന്നത് വലിയ തുകയാണ്. ആ വാഹനത്തിന്റെ യഥാർത്ഥ വിലയുമായി വലിയ വ്യത്യാസമുണ്ട് അതിന് എന്നുള്ളത്. സാർ, ഒരു വലിയ വാഹനത്തിന് 15ഓളം ടാക്സ് വരുന്നുണ്ട്. ഇതെല്ലാം 2 ഗവൺമെന്റിലേക്ക് പോകുന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ആ പൈസ എല്ലാം തന്നെ റോഡിന്റെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നില്ല. ആദ്യം റോഡ്, നല്ല രീതിയിലുള്ള റോഡ് നന്നാക്കിയതിന് ശേഷം, ഈ ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ടുള്ള വേണ്ടപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷം, നമ്മളെ ഗൾഫ് രാജ്യങ്ങളിലെ പോലെ ഒരു സ്ഥലത്ത് എത്ര കിലോമീറ്റർ വേഗതയിൽ പോകാം, അടുത്ത സ്ഥലത്ത് എല്ലാം എത്ര, അതല്ലെങ്കിൽ അവിടെ ക്യാമറ അപ്പം തന്നെ ഫൈൻ അടിക്കുന്നു, ആ രീതികളൊക്കെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ 2 ഗവൺമെന്റും കൃത്യമായിട്ട് ചെയ്യണം സാർ. ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. അതല്ലാതെ എന്താണെന്ന് വെച്ചാൽ ഈ മന്ത്രിമാര് വന്നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്ക് പോയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ റോഡിന് ഇത്രമാത്രം വാഹനം, അതായത് നമ്മളെ കേരളത്തിൽ ഇറങ്ങുന്ന വാഹനത്തിന്റെ കണക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതെ, രാജ്യത്ത് തന്നെ ഏറ്റവും അധികം വാഹനങ്ങൾ ഇറങ്ങുന്ന ഒരു സംസ്ഥാനമാണ്, വാഹന ഉപഭോക്താക്കളുള്ള സംസ്ഥാനമാണ് കേരളം. മാത്രമല്ല, ഈ പൊതുഗതാഗത സംവിധാനങ്ങൾ പല സംസ്ഥാനങ്ങളിലേതും പോലെ കേരളത്തിൽ ഉപയോഗിക്കാറില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാകുന്നത്. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ സാർ? ശരി, പറഞ്ഞു. സാർ, ഇപ്പൊ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടില് എഞ്ചിനീയർമാരും അതുമായിട്ട് റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് റോഡിൽ വന്ന് നിന്ന് കാൽനടക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നു, 2 വീലറുകാർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവരത് റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു മാസം 2 മാസം കഴിയുമ്പോൾ അതിനുള്ള പരിഹാരം കാണുകയാണ്. മറിച്ച് നമ്മളെ കേരളത്തിലുള്ള ഉദ്യോഗസ്ഥന്മാര് AC മുറിയിലിരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്നതല്ലാതെ അവർ റോഡിൽ ഇറങ്ങി വന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് ഒരു പരമസത്യമാണ് സാർ ഈ പറയുന്നത്. ആരും തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് ഓടി വരുന്നതല്ലാതെ ഞാൻ പറയട്ടെ, തിരുവനന്തപുരത്തുള്ള ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് നിരീക്ഷിക്കുന്നതായിട്ട് സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ തിരുവനന്തപുരത്ത്, നമ്മുടെ സ്റ്റുഡിയോ ഇവിടെ തിരുവനന്തപുരത്താണ്. ഇതിന്റെ ചുറ്റുമുള്ള വഴികളൊക്കെ ഏതാണ്ട് 5-8 കൊല്ലമായി പൊളിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പലരും ഇവിടെ വാടകയ്ക്കൊക്കെയാണ് താമസിക്കുന്നത്. അവർക്കൊക്കെ വീട്ടിലേക്ക് മഴക്കാലത്ത് എത്താൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ട്. അതൊക്കെ ഞങ്ങൾ തുടർച്ചയായ വാർത്തയിലൂടെ നൽകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ശ്രീ ചന്ദ്രൻ നായർ, വളരെ നന്ദി. എന്തായാലും നമുക്ക് 1-2 പ്രേക്ഷകർ കൂടിയുണ്ട്. ശ്രീ ബിജു ആണ് ഇപ്പോൾ വർക്കലയിൽ നിന്ന് ചേരുന്നത്. ബിജുവിലേക്ക് പോകും മുമ്പ് ദിലീപ് കുമാർ എന്നൊരു പ്രേക്ഷകൻ ഓൺലൈനിൽ കുറിക്കുന്നത് വനിതകളാണ് കൂടുതൽ സ്പീഡിൽ സ്കൂട്ടർ ഓടിക്കുന്നത് എന്നാണ്. ദിലീപിന് എന്തായാലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അപകടങ്ങളൊന്നും പരിശോധിച്ചാൽ അങ്ങനെ വനിതകൾ അധികമായി അപകടം സൃഷ്ടിക്കുന്നതായോ അങ്ങനെ കൂടുതൽ സ്പീഡിൽ ഓടിക്കുന്നു എന്നൊന്നുമുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് റെക്കോർഡിക്കലി ഇല്ല. ബിജുവിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ബിജു, ഈ വനിതകൾ അപകടം കൂട്ടുന്നു എന്ന തരത്തിലൊക്കെയുള്ള ചിലരുടെ അഭിപ്രായങ്ങളോട്. അല്ല സാറേ, ഞാന് 10-35 വർഷമായിട്ട് പുറത്തും ഇവിടെയൊക്കെ വാഹനം ഓടിച്ച ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത്, നമുക്ക് പണ്ട് കാലത്തൊക്കെ, ഞാനൊക്കെ ലൈസൻസ് എടുക്കുന്ന കാലത്തെന്ന് പറയുന്നത്, നമ്മളെ വീട്ടിന്റെ അടുത്ത് ഒരു വണ്ടി ഡ്രൈവർ എന്നൊക്കെ വളരെ ചുരുക്കമായിരുന്നു. അവര് ശരിക്കും ആ ഡ്രൈവറെ കാണുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും, ഈ അണ്ണനാണല്ലോ ഈ ബസ് ഓടിക്കുന്നത്, ഈ അണ്ണനാണല്ലോ ഈ കാർ ഓടിക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ പരിമിതമായിരുന്നു. ഇന്നിപ്പോ
സത്യം പറഞ്ഞ വിഷമം തോന്നുന്ന വെച്ചാല് ഓഫറുകളുടെ പുറത്ത് ഓഫറുകളാണ്. ഇങ്ങേറ്റം ഞാനൊരു 3500 രൂപയും കൊണ്ടുപോയിട്ട് ഒരു വണ്ടി എടുത്തു, പറഞ്ഞാൽ വിശ്വസിക്കോ? അല്ല, വണ്ടി എടുക്കുന്നു. എല്ലാ വീടുകളിലും അങ്ങനെ ആയി. അപ്പൊ ഒരു വീടുകളിൽ എത്ര വണ്ടി വേണമെന്ന് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ വഴിയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ എന്റെ അപ്പച്ചന്റെ 50-നും 70-നും വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള ഒരു സ്കൂട്ടി എടുത്തുണ്ട് റോട്ടിൽ ഓടുക. അവർക്ക് ഹോൺ അടിച്ചിട്ട് കേൾക്കാൻ വയ്യ. അപ്പൊ അവരെ ശ്രദ്ധിക്കുമോ അപ്പുറത്തുനിന്ന് നേരെ വരുന്ന വണ്ടിയെ ശ്രദ്ധിക്കൂ. ഇവരെ തട്ടിക്കഴിഞ്ഞാൽ ഇവര് വീണ് കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. അങ്ങോട്ട് നമ്മുടെ ജീവൻ അപകടമാണ്. പക്ഷെ നമ്മുടെ ജീവിത നിലവാരം മാറുകയും ഉയരുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിക്കില്ലേ ശ്രീ ബിജു? തന്നെ സാറേ, പക്ഷെ നമ്മളെ റോഡ് അതിന് പരിമിതമല്ല. നമ്മുടെ വീടുകളിൽ ഒരു വീട്ടില് 5 മക്കളുണ്ട്, 5 പേരും സ്കൂട്ടിയോ കാറോ എടുക്കുന്നു. ഒരു വീട്ടിൽ 5, 6, 7 അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പൊതുഗതാഗത സംവിധാനത്തെയൊക്കെ നമ്മൾ വളരെ കുറച്ചാണ് പ്രയോജനപ്പെടുത്തുക. പലരും ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ സാറേ ഈ ചില ഒരു വീട്ടിൽ ഇത്ര വണ്ടിയെ പാടുള്ളൂ എന്നൊരവസ്ഥ വരുന്നുണ്ട്. അത് ഇവിടെ പറ്റത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ ഈ കുറച്ച് നിയന്ത്രിക്കുന്നെന്ന് പറയാൻ നമ്മളൊരു ബോധവൽക്കരണം മാത്രമല്ല. ഇപ്പൊ ടെസ്റ്റ് നടക്കുന്നത് ആരെയും അധിക്ഷേപിക്കല്ല സാറേ ഞാൻ. പക്ഷെ എനിക്കൊരു വിഷമമുള്ളതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ റോഡ് ടെസ്റ്റ്, നമ്മുടെ വണ്ടികൾ ടെസ്റ്റ് നടക്കുന്ന ആദ്യം സത്യം പറഞ്ഞ ലൈനിൽ കിടന്ന് ഇങ്ങനെ ട്രാഫിക്കിൽ നമ്മൾ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗേറ്റ് കിടക്കുന്നവർക്ക് ഇങ്ങനെ കിടക്കുന്നു, വണ്ടി സൈഡിൽ ലൈൻ ഇട്ട് കിടക്കുന്നു, വരുന്നു, ആർട്ടിയോ നോക്കുന്നു, അതിൽ കയറി ചാടിയോ പോകുന്നു. പക്ഷെ ആ വണ്ടിയുടെ അടിഭാഗമോ ബ്രേക്ക് സിസ്റ്റമോ അല്ലെങ്കിൽ അതിന്റെ പുകയ്ക്ക് പേപ്പർ കൊണ്ടുവരുന്നു, അതെന്ത് ചെയ്യുന്നു, അവർക്ക് മേടിച്ചു വരുന്നു. പക്ഷെ ഈ ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്ന വണ്ടി ഇതേപോലെ ഒരു ഡ്രൈവിംഗ് അതിന് പൈസ ഈടാക്കുന്നു. ആ പൈസ ഈടാക്കുന്നത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ ടെസ്റ്റ് കേന്ദ്രം ഉണ്ടാക്കുക. ഒരേ സമയത്ത് 50 വണ്ടി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന RTOയുടെ ആൾക്കാരെ നിയമിക്കുക. അതിനുശേഷം വണ്ടി ശരിക്ക് ഇതിന് മെഷീനിൽ കയറ്റി തന്നെ ഇതിന്റെ ഓരോ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് ബ്രേക്ക് ചെക്ക് ചെയ്യുക, അതനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊന്നും ഇവര് ചെയ്യാൻ കഷ്ടമാണ്. അതെ, ഇത്തരത്തിൽ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാണ് ബിജു പറയുന്നത്. സമയപരിമിതി മൂലമാണ്. സന്തോഷ് എന്ന പ്രേക്ഷകൻ കൂടിയുണ്ട് കാസർഗോഡ് നിന്ന്. സന്തോഷ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ആരാണ് യഥാർത്ഥത്തിൽ ഈ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണം? അത് ഉണ്ട്. അതായത് റോഡിന്റെ ശോചനീയാവസ്ഥയുണ്ട്, ഡ്രൈവർമാരുടെ അശ്രദ്ധയുണ്ട്. കാരണം ഇന്നലെ അപകടം നടന്നത് ഡ്രൈവറുടെ അശ്രദ്ധയാണ്. കാരണം 2.25 മണിക്കൂർ 3 മണിക്കൂറിന്റെ അടുത്ത് അവർക്ക് അവിടെ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിലേക്കും അതേ കണ്ടിന്യൂ ആയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ അയാളുടെ ഏജും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അയാൾ പ്രായത്തിന്റെ കൂടെ നോക്കണം. ഒരു 12 മണി തൊട്ട് ഒരു 4 മണി 5 മണി എന്നെല്ലാം വരുന്നുള്ള ഉറക്ക സമയം, 4 മണിക്കുള്ള ഉറക്ക സമയത്തിൽ വരുന്ന ഇതാണ്. അവരങ്ങനെ കണ്ടിന്യൂ ആയി വണ്ടി ഓടുമ്പോൾ ഈ റോഡിലൊക്കെ ബ്രേക്കർ ഉണ്ടാവും. ഈ ബ്രേക്കർ എല്ലാ റോഡിലും ഇല്ല. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് നമ്മളെ ഉറക്കത്തിന് അലർട്ടാണ്. പിന്നെ രണ്ടാമതുള്ള സ്ട്രീറ്റ് ലൈറ്റ് ആണ്. സ്ട്രീറ്റ് ലൈറ്റ് എല്ലായിടത്തും ഉണ്ട്, പക്ഷെ സ്ട്രീറ്റ് ലൈറ്റ് അത് കത്തുന്നില്ല. ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടം കാണുമ്പോൾ ഒരു നമുക്ക് നമ്മളെയും കാണണം, മറ്റേ എതിർ സൈഡിലുള്ളവരെയും കാണുന്ന രീതിയിലായിരിക്കണം. ഇതിപ്പോ നമുക്ക് ആരെ കാണുന്നില്ല. ആ കാണാത്ത അവസ്ഥയിൽ വരുമ്പോൾ എതിർ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. തീർച്ചയായും. അതായത് വാഹനം ഓടിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കഴിയുന്നത്ര ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനം വേണമെന്നാണ് താങ്കൾ പറയുന്നത്. അഞ്ജിത എന്ന പ്രേക്ഷക കൂടിയുണ്ട്. അഞ്ജിത, താങ്കൾ വാഹനം ഓടിക്കുന്ന ആളാണോ? ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആണ് നേരിടാറുള്ളത്? സർ, ഞാൻ ഒരുപാട് ലോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വലിയ വാഹനമാണോ ഓടിക്കുന്നത്? അങ്ങനെ ലോങ് ആയി ഞാൻ കാറാണ് അധികം ലോങ് സ്ട്രെച്ചിന്. അതായത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്? അതെ, ഒരുപാട് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ലോങ് സ്ട്രെച്ചുകൾ കവർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഹൈ ബീം, വലിയ വാഹനങ്ങൾ ഹൈ ബീം കുറച്ചു തരാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും അത് ഉറപ്പായും നമ്മൾ അധികം ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷെ അത് ഉറപ്പായും ഒരു അപകടത്തിലേക്ക്, അതായത് പല സാഹചര്യത്തിലും നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നിർത്തേണ്ട സാഹചര്യം പോലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് അത്രയധികം ലൂമിൻസ് ആയിട്ടുള്ള ഹൈ ബീമുകൾ ഉപയോഗിച്ച് അത് ഒരു നിമിഷത്തേക്ക് പോലും കുറച്ചു തരാതെ നമുക്ക് ആ ഡിവൈഡർ നേരത്തെ ഒരു പ്രശ്നം പറഞ്ഞാണ്. അത് ഈ പലപ്പോഴും ആ ഇൻബിൽറ്റ് ആയിട്ടുള്ളതല്ല ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതാണ് പ്രശ്നം. അവർക്ക് കൂടുതൽ വെളിച്ചം കിട്ടുന്നതിനൊക്കെ വേണ്ടി അത്രയും ഓപ്പോസിറ്റ് വരുന്ന ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലാത്തതുകൊണ്ട് കമ്പനികൾ ഇറക്കുന്നതല്ല അത് യഥാർത്ഥത്തിൽ പലതും. അതെ, അതൊരു പ്രശ്നം. പിന്നെ നമ്മൾ ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ സ്പെഷ്യൽ കോർട്ടുകളുണ്ട് ട്രയലിനായിട്ട്. അതായത് നമ്മൾ വളരെ ലഘുവായിട്ട് കാണുന്ന ട്രാഫിക് വയലേഷൻസ് പോലും അവര് സ്പെഷ്യൽ ട്രയൽ വെച്ചിട്ട്, അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് സമയനഷ്ടം ഉണ്ടാവും. പ്രത്യേക കോടതികൾ വേണം അല്ലേ?
അതെ അതെ, നമുക്കത് ഫേസ് ചെയ്യാൻ നമ്മുടെ സമയനഷ്ടത്തെ നമ്മൾ ചിന്തിക്കും. പിന്നീട് അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ ഒരിക്കലും മുതിരത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതെന്ന് പറയാൻ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ഓൺലൈനിൽ പോലും നമ്മുടെ പെറ്റി ക്രൈംസ് നമുക്ക് അടച്ചു തീർക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്കത് റിപ്പീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യാനും ഒരു ഭയമില്ല. യെസ്, എന്തായാലും ഇന്ന് വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പൊതുവേദിയിൽ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും അധികൃതരുടെ അനാസ്ഥയുണ്ട്, റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയുണ്ട്, അത് അപകടങ്ങൾക്ക് കാരണമാകുന്നു എന്ന് പ്രേക്ഷകർ പറയുമ്പോൾ വലിയൊരു ശതമാനം പ്രേക്ഷകരും റോഡ് മര്യാദകൾ പാലിക്കേണ്ടത് ഡ്രൈവർമാരുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. പൊതുവേദിയിൽ പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.